നീ ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോളൂ സാർ. എന്നാ താക്കോൽ പിടിച്ചോ. ശരി സാർ. വീട് നന്നായി നോക്കണം. നോക്കിക്കോളാം. ഞങ്ങള് നാട്ടിൽ പോയിട്ട് വരാം. ശരി സാർ. ആ ചെടികൾക്കൊക്കെ കുറച്ച് ഞാൻ വെള്ളം ചെയ്തേക്കാം മാഡം. നല്ലോണം നോക്കിക്കോ. വീട് സൂക്ഷിക്കേ. പോയിട്ട് വരൂ. രസമല്ലേ ഇനി എല്ലാം. നിങ്ങൾ പോയല്ലേ. പോയിട്ട് വരൂ. യെസ്. എന്റെ ഡാഡി എനിക്ക് വേണ്ടി റൂമിൽ AC ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെ, എന്റെ ഡാഡി ഗ്രേറ്റാ. എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. അങ്ങനെയാണോ? അത് നോക്ക്. ഈ കോമ്പൗണ്ടില് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എന്റെ ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ടോ. ഉള്ളിൽ പോയി നോക്കിയാ. അങ്ങനെയാണോ? എന്താ ഉള്ളത് അകത്ത്? എനിക്കും ഒന്നും അറിയില്ല. അല്ല, നീ നിന്റെ അച്ഛനോട് ചോദിച്ചില്ലേ? അവരുടെ അച്ഛൻ നമ്മളൊക്കെ ചവിട്ടിക്കൊല്ലും. ഞാൻ ഇതിനുള്ളിൽ എന്താന്ന് ചോദിച്ചു. ചെറിയ കുട്ടികൾ ഇതൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോവാ. എനിക്ക് പേടിയാവുന്നു. എപ്പോ നോക്കിയാലും എനിക്ക് പേടിന്ന്. പ്ലീസ് ഇവിടെ നിന്ന് പോയേക്കാം. നീ നിക്ക് വർഷ. നമുക്ക് അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. വേണ്ടടാ. ഉള്ളിലേക്ക് പോയാലോ? പോകാം. ഈ വലിയ ആളുകളൊക്കെ എൻജോയ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ എന്തായിരിക്കും? വാച്ച്മാൻ എഴുന്നേൽക്കും. ശരിടാ. വരാ. എന്താ നടന്നത്? സൂക്ഷിച്ചു നോക്ക്. ശരിക്കും ഇവിടെ എന്താ നടന്നെന്ന് വെച്ചാൽ, യെസ് സർ. വാച്ച്മാൻ പറയൂ സാർ. നീയാണോ? സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യട്ടെ സർ? വേണ്ട, ഹൈ പ്രൊഫൈൽ കേസ്. കമ്മീഷണർ ഓർഡർ, സൈലന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ എന്തിനാ സർ എന്നോട് പറഞ്ഞത്? സത്യാവസ്ഥയായിട്ട് പണിയെടുക്കുമ്പോ നിന്നെ പോലെ ഒരാൾ കൂടെ വേണമല്ലോ. താങ്ക് യു സർ. ഡെഡ് ബോഡി എവിടെടാ? അവിടെ മേലിലാണ് സാർ. വാ. ശരി സാർ. നീയാണോ ഫോൺ ചെയ്തത്? ഞാൻ ചെയ്തില്ല സാർ. എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല സാർ. എനിക്കറിഞ്ഞൂടാ സാർ. പേടിക്കണ്ട, സാറ് വളരെ നല്ല ആളാ. അയാള് മൂക്കറ്റം കുടിച്ചിട്ട് ഉറങ്ങിപ്പോയതാ സാറ്. വായടക്കേ.
ഡ്രാമ കളിക്കുന്നോ? രണ്ടുപേരും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോടോ. അതെ, നീ ഒന്ന് മിണ്ടാതിരിക്കോ. ശരി, നിങ്ങൾ സർ. പറയേ, എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്താ നടന്നെന്ന് എനിക്കൊരു പിടിയില്ല സർ. എന്തൊരു ശബ്ദം കേട്ട് വന്ന് നോക്കിയതാണ്. ഇപ്പൊ ചോര ഇതായിട്ട് മയങ്ങി കിടക്കുക സാറേ. ആരാ ചെയ്ത്? ഇത് ആരാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല സാർ. എന്റെയും എന്റെ കുട്ടികളാണ് സത്യം സാറേ. സിഗരറ്റ് താടോ. സത്യം പറ. നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എങ്ങനെ സത്യം പറപ്പിക്കണമെന്ന് എനിക്കറിയാം. പറയടാ. സാർ ഞാൻ സത്യമായിട്ടാ പറയുന്നത് സാർ. ആരാ ചെയ്ത എങ്ങനെയാ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. നീ എന്താ ചെയ്യുന്നേ? ഈ വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന ആ, സാർ. നിന്നോട് ചോദിച്ചില്ല. അതെ, നിങ്ങളുടെ വായിന്ന് ഒന്നും വരില്ലേ? ഞങ്ങൾക്കാരാ കോൾ ചെയ്തേ? ഞാനാ സർ. നീയോ? മല്ലിക്, ഈ കാര്യം പുറത്തു പോവാതെ സൂക്ഷിച്ചോ. അത് പിന്നെ സർ, എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് വെച്ചാണ് അവർ അച്ഛനോട് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. രാകേഷിന്റെ അച്ഛൻ നിങ്ങളാണോ? ഓൻ എങ്ങനെയാണ്? വല്ല വഴക്കും വക്കാലത്തിനും പോവാറുണ്ടോ? ഇവൻ വീട്ടിലെങ്ങനെയാണ്? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ സാർ. ഇവൻ കാക്കയല്ല, പരുന്ത. എന്തെങ്കിലും ചെയ്തു കാണും, അതാ ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്നത്. സാർ, തെറ്റ് എല്ലാവർക്കും പറ്റും സാർ. എനിക്കും പറ്റും, ഇവനും പറ്റും, സാറിനും പറ്റും. എല്ലാവർക്കും തെറ്റ് പറ്റും സാർ. അവനെ ഒന്നും പറയരുത് സാർ. അവൻ ഞങ്ങളെ വിട്ടു പോയി. നിങ്ങൾക്ക് ആരോടെങ്കിലും സംശയമുണ്ടോ? ആ പെണ്ണിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ശരി, പോയിക്കോളെ. അവൻ ജനിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. നിന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോ ശരി പോട്ടെ, അമ്മയുടെ സ്ഥാനത്ത് നീയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ശരിക്കും സന്തോഷിച്ചു മോളെ. ആ സന്തോഷം ഇപ്പൊ ഇല്ലാതായി. കരയല്ലേ അങ്കിൾ, പ്ലീസ്. ശരിക്കും രാജേഷ് നല്ല പയ്യനാണ് അങ്കിൾ. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് സ്നേഹം കാണിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ പറ്റി എപ്പോഴും എന്നോട് പറയാറുള്ളത്. എനിക്കറിയാം മോളെ, കുട്ടിയായിരിക്കുമ്പോ അവനെന്താ നെഞ്ചത്ത് ചവിട്ടി തുള്ളിച്ചാടിയാലും എനിക്ക് വേദനിക്കില്ലായിരുന്നു. ഇപ്പൊ അവനില്ലാന്ന് അറിഞ്ഞ ഉടനെ നെഞ്ചിനകത്ത് താങ്ങാനാവാത്ത വേദനയാ മോളെ. ഇതെങ്ങനെയാ സംഭവിച്ചത് മോളെ? ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി വന്നതാ അങ്കിൾ, പക്ഷെ എണീറ്റ് നോക്കുമ്പോ ഞാൻ മാറുവച്ചാ, ഞാൻ നേരെ വച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാവത് ഞാൻ കരുതിയില്ല മോളെ. സാറ് വരാൻ പറഞ്ഞു. ഡിസ്കഷനൊക്കെ കഴിഞ്ഞോ? ചെറുക്കനെ മര്യാദയ്ക്ക് വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലായിരുന്നു. സാർ, ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഭയന്നിരുന്നു, ഇപ്പൊ സ്വന്തം മക്കളെയും ഭയപ്പെടണം സാർ. ഞങ്ങൾ എന്തൊക്കെ കാണണം സാർ. മല്ലേ, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ഉടനെ ബോഡിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. ഓക്കെ സാർ. ഇത്രയും നാൾ രാകേഷ്, ഇപ്പൊ ബോഡി
എനിക്ക് സഹിക്കാൻ വയ്യ. ശരി സാർ. സാറേ, നിങ്ങളിതാ ഈ വെള്ളം കുടിച്ചേ. ഒരു മോൻ ജനിച്ചെന്ന് സന്തോഷിക്കുമ്പോഴേക്കും എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പതേ ഇങ്ങനെ ഇവൻ ജനിച്ചതും എന്നെ കരയിപ്പിച്ചു, ഇപ്പോഴും കരയിപ്പിച്ചു. ചേട്ടാ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. പറയുന്നേക്ക് വാന്നേ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ വരുന്നുണ്ട് സാർ. മകനെ നഷ്ടപ്പെട്ട നിങ്ങൾ, അച്ഛനെ നഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഇതാണ് വിധി എന്ന് പറയുന്നത്. അവര് ജീവിച്ചിരിക്കുമ്പോ അവരുടെ വാല്യൂ അറിയില്ല. അവരില്ലാതാകുമ്പോ നെഞ്ചിനകത്തെ വേദന അവരറിയില്ലല്ലോ. ഭഗവാനെ കാത്തുകൊള്ളണേ. അത് വേറൊന്നുമല്ല, എന്റെ മോൻ അമേരിക്കയിൽ ജോലി കിട്ടിയില്ലേ, അതിനു വേണ്ടിയാ. അമേരിക്കയിലോ? അവൻ എപ്പോഴും ഇവിടെ പിള്ളേരുടെ കൂടെ അടിച്ചു പിടിച്ചു നടക്കുമല്ലോ. പണ്ട് പഴയ കഥയാ. എന്റെ മോൻ അമേരിക്കയിൽ അന്തസ്സുള്ള പോസ്റ്റ്മാൻ ജോലിയാ കിട്ടിയിരിക്കുന്നത്. പോസ്റ്റ്മാനൊന്നും ചോദിക്കല്ലേ, ഇന്ത്യയിലെ പോലെ ബെല്ലടിച്ചോണ്ട് സൈക്കിളിൽ കറങ്ങുന്ന പോസ്റ്റ്മാൻ അല്ല. അവിടെ കാറിലാണ് ഡെലിവറി കൊടുക്കാൻ പോവുക. ഒരു $10,000 എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് കണക്ക് ശരിക്കും അറിയില്ല. ഓ അങ്ങനെയാണോ? ശരി, എന്നാ ശരി ശരി. ആയിക്കോട്ടെ, ആ ശരി, വാ, നമുക്ക് പോവാം. ഇല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇവന്റെ മോൻ എന്റെ മോനേക്കാൾ ഉടായിപ്പാ, എന്നിട്ടാണ് ഇവൻ എന്റെ മോനെ കുറിച്ച് പറയുന്നത്. എന്താ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നല്ലോ. എടാ, മകൻ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ആളുകളോടത് പറയാൻ പറ്റുമോ? അച്ഛൻ വേണമെങ്കിൽ നോക്കിക്കോ, എന്തെങ്കിലും ഒരു ദിവസം അച്ഛൻ എന്നെ കുറിച്ച് അഭിമാനത്തോട് പറയും. മനസ്സിലായില്ലേ? ഇങ്ങനെ പോയാ മിക്കവാറും ഞാൻ പിച്ചച്ചട്ടി എടുക്കേണ്ടി അച്ഛാ. വരും. അല്ലെങ്കിൽ നീ എടുക്കേണ്ടി വരും. എന്തൊക്കെ നടക്കുവോ ആവോ. ആ. ഭിക്ഷ എടുക്കുന്നു. അച്ഛാ അച്ഛാ അത് അച്ഛാ അച്ഛാ എന്താ മോനെ ഇത്ര വലിയ നാണം? മര്യാദയ്ക്ക് സംസാരിക്ക്. അച്ഛാ എന്താടാ തിന്നത് നിന്റെ എല്ലിന്റെ ഇടയിൽ കേറിയ? ലവ് ഗീത. നമസ്കാരം ഈ uncle. ഗീത നിന്നെ പ്രേമിക്കുന്നു. നീ കേറി വാ മോളെ, നീ അവിടെ തന്നെ നിൽക്ക്. നിനക്ക് സ്നേഹിക്കാൻ ഇവനെ കിട്ടിയുള്ളൂ മോളെ. നീ വേറെ ആരെങ്കിലും നോക്ക്, അല്ലെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടെ. അച്ഛാ നിങ്ങളുടെ മരുമകളുടെ കൂടെ എന്ത് സീക്രറ്റാ? രഹസ്യം പറയാണെന്ന് കരുതണ്ട, ഓപ്പൺ ആയിട്ട് പറയാം. ഇവനെ കെട്ടിയ നിന്റെ ജീവിതം പോക്ക. അതുകൊണ്ട് വേറെ ആരെങ്കിലും കെട്ടി സന്തോഷത്തോടെ ജീവിക്കാം. പ്രേമിച്ച് നടക്കാനാണോ അതോ കെട്ടാനാണോ? നിങ്ങൾ സമ്മതിച്ച മാത്രം കല്യാണം. അനുഗ്രഹിക്കുക അച്ഛാ. തന്നാലും ഓൾ ദി ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ല ഗീത, എന്റെ അച്ഛൻ വളരെ നല്ല ആളാന്നേ. കിണറ്റിന്ന് പുക വരുന്നത്. മോനെ രാകേഷേ, അച്ഛാ, 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 അച്ഛാ. എന്താടാ എന്താ എന്താ വരുന്നത്? ഒന്നുമില്ല അച്ഛാ. എന്തോ ഉണ്ട്, ഇല്ല അച്ഛാ. എന്തോ അച്ഛാ, ഉണ്ട്. അച്ഛാ. എടാ, കള്ളം പറയുന്നോ? ഞാൻ പാചകം ചെയ്യുമ്പോ പുക വരുന്നെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കും, എന്നിട്ട് ഇവിടെ സിഗരറ്റ് വലിക്കുന്നു. അച്ഛാ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പറയേ. കിണറ്റില് ആ വെള്ളം, വെയില്, മഴ, ആ നല്ലത് മോശപ്പെട്ടത്. നിന്റെ അടുത്ത് എന്ത് നല്ലതുള്ളത്? നല്ലത് എന്റെ അടുത്തില്ല, നിങ്ങളുടെ അടുത്തുള്ള മോശപ്പെട്ട കാര്യം എന്റെ അടുത്തുണ്ട്. ഓ എന്തൊരു ജ്ഞാനോ. നിന്നെ അച്ഛാ, അച്ഛാ, കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലും ഞാൻ. അച്ഛാ, വേണ്ട അച്ഛാ, അച്ഛാ വിട്ടേക്ക് അച്ഛാ, അച്ഛാ, അച്ഛാ. നിനക്ക് ജനനവുമില്ല മരണവുമില്ല, പക്ഷെ ഞങ്ങൾക്ക് മാത്രം ജന്മം തരും, പിന്നെ ജീവൻ എടുക്കും. ഒരിക്കൽ ജനിച്ചാലേ മരണത്തിന്റെ വേദന എന്താണെന്ന് നീ അറിയൂ. ഒരിക്കൽ ജനിക്കടാ നീ, ഒരിക്കൽ ജനിച്ചു നോക്ക്, ഒരിക്കൽ ജനിച്ചു നോക്കടാ, ഒരിക്കൽ ജനിച്ചു നോക്കടാ, നീ ജനിച്ചു നോക്കടാ. സർ. ആ സർ. ഓക്കെ സർ. മല്ലിക് സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ? ഓക്കെ സർ. ഹലോ സർ. ഹാ സർ, വരാം. നിന്റെ പേരെന്താ? വേദ. മുഴുവൻ പേരും പറയേ. വേദ്വിക ഗീത. ആ മരിച്ച ആളുടെ പേര്? രാകേഷ്. രാകേഷും നീയും തമ്മിൽ എന്താ ബന്ധം?
ഹീസ് മൈ ഫ്രണ്ട് സർ. ഫ്രണ്ടാണോ? ഫ്രണ്ടിന്റെ കൂടെ ഫാം ഹൗസിൽ എന്താ പരിപാടി? ആക്ച്വലി ഹീസ് മൈ ബോയ് ഫ്രണ്ട് സർ. സത്യം പറയേ, അവനെ കൊന്നത് ആരാണ്? എനിക്കറിയില്ല സർ. നൈറ്റ് എണീറ്റ് നോക്കുമ്പോ അടുത്തില്ല. ഹോളിൽ വന്ന് നോക്കുമ്പോ ഇങ്ങനെ ബ്ലഡില്. ശരി, നീ ചെല്ല്. യാദയ്യ, അതാ വരാ സാർ. നീ പറയേ. എന്റെ പേര് യാദയ്യ സാർ. ഈ വീട്ടിലാണ് ഞാൻ വാച്ച്മാനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനപ്പുറം എനിക്കൊന്നും അറിയാൻ മേല സാറേ. ശരി പോ. ശരി സാർ. വരം, നിങ്ങൾ പറയൂ. സർ എൻ്റെ പേര് വരം സാറ്. ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുവാണ്. എനിക്ക് വേറൊന്നും അറിയില്ല സാറേ. ശരി, നിങ്ങൾക്ക് പോവാം. വാച്ച്മാൻ, വാച്ച്മാൻ. സാർ. പെർമിഷൻ ഇല്ലാതെ ആരെയും അകത്തേക്ക് പറഞ്ഞേക്കരുത്. ശരി സാർ. ഞങ്ങളുടെ ഇൻസ്പെക്ടർ സാർ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ സാർ. ചെല്ലേ. മനസ്സിലായി സാർ. ഡാ ബുജി, അതെ മേഡം. ക്രൈം സ്പോട്ട് ഇതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ മേഡം അറിയുന്നേ? എന്റെ പേരെന്താ? ക്രൈം ജേർണലിസ്റ്റ് ശ്വേത. ക്രൈമുകൾ എവിടെയൊക്കെ നടക്കുന്നു ഈ ശ്വേത അവിടെ ഒക്കെ ഉണ്ടാവും. നിന്റെ പണി നോക്ക്. ദൈവമേ. മേഡം, എന്താ? ഈ ഭാഗത്ത് എൻട്രി ഇല്ല. ആ അപ്പൊ ഓക്കെ. ഇവൻ എവിടെ പോയി? എന്താ മേഡം ചാടിക്കിടക്കാൻ ഇങ്ങനെ പഠിച്ചേ? എന്റെ പേരൻസ് എന്നെ ഇഷ്ടമില്ലാണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതാ. അപ്പൊ ആദ്യമായിട്ട് ചാടിയതാ മതില്. ഓ, കല്യാണം ഇഷ്ടമല്ലേ? ഞാനൊരു ക്രൈം ജേർണലിസ്റ്റ് ആണ്. ഇത്രയും പെട്ടെന്ന് ഞാനൊരു ക്രൈം ഒന്നും ചെയ്യില്ല. കല്യാണം എന്ന് വെച്ചാൽ അത്രയും വലിയ ക്രൈമാണോ? അവരുടെ അടുത്ത് ചോദിക്കേ. ആ, ഇവിടെ പോലീസ് ജീപ്പൊക്കെ നിക്കണ്ടല്ലോ. ഇവിടുത്തെ ഇൻസ്പെക്ടർ ആരാ? അതെ മേഡം. ഭാഷല്ലേ? ഞാൻ ഗേറ്റിനുള്ളിലൂടെ നോക്കുമ്പോഴേ ഈ ഭാഗത്തെ കോൺസ്റ്റബിളിനെ കണ്ടു. ഓ ഷിറ്റ്. ഈ സമയത്ത് അവര് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാ നമ്മുടെ കഥ കഴിഞ്ഞു. ഓഹോ. എന്താ ചെയ്യാ? ശരി, ഓക്കെ വന്നാ മേഡം. മേഡം, ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. ആ? ഓക്കെ മേഡം, ഓക്കെ ഓക്കെ. പോയി നോക്ക്. അവിടെ പോയി ഓക്കെ മേഡം, ഞാൻ നോക്കാം. മേഡം, ഒന്നുമില്ല. ശരി മേഡം, മേലെ പോവാം. മേഡം, നോക്ക്. രാവിലത്തെ ടിഫിൻ പോലും കഴിച്ചിട്ടില്ല. എന്നെ ഒരുപാട് നടത്തിക്കല്ലേ. ഭയങ്കര പാവ ഞാൻ. ക്യാമറ. ആ, ഓക്കെ മേഡം. എന്റെ വെപ്പൺ എന്റെ ക്യാമറ മേഡം. ശ്ശേ, നിന്റെ ഒരു ഓവർ അല്ല മേഡം, ആക്ഷൻ. നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നേ ഞാനിപ്പോ ഫ്രീ ആയിരുന്നേനെ. ഓ, കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു വലിയ ക്രൈമാ ബുജി. എന്താ മേഡം, നിങ്ങൾ ഭയങ്കര വ്യത്യാസമാണല്ലോ. ശരി, നോക്ക്. ഷൂട്ട് എടുക്കടാ. ആരാ നിങ്ങള്? സർ, ഞാൻ ജേർണലിസ്റ്റ് ശ്വേത. ഇവൻ എന്റെ ക്യാമറമാൻ ബുജി. പെർമിഷൻ ഉണ്ടോ? പെർമിഷൻ ഉണ്ട് സർ. ആ ലെറ്റർ കാണിച്ചു കൊടുക്കും. ശരി, അകത്തേക്ക് താങ്ക് യു വരും. സർ. ഇതാ വാടാ. എടാ, നീ എന്താ ഇവിടെ? നമസ്കാരം മാലിക് ഭായ്. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇത് പട്ടിയോ പൂച്ചയോ കാണാതെ പോയ കേസല്ല, ഇതൊരു മേർഡർ കേസാണ്. നമ്മുടെ സ്ഥലത്ത് ആദ്യമായിട്ട് നടന്ന മർഡറാ. ഞാൻ സോൾവ് ചെയ്യാം. എന്റെ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യാലോ. ചേട്ടാ, ഞങ്ങളുടെ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ദേഷ്യക്കാരനാ. അങ്ങേര് നിന്നെ ഇവിടെ കണ്ടാലേ. ഞാൻ മാനേജ് ചെയ്തോളാം മാലിക് സാർ. ഡോണ്ട് വെറി. ശരി ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഓവർ ആക്ടിങ് ചെയ്യല്ലേ, അദ്ദേഹത്തിന്റെ കണ്ണിപ്പെടല്ലേ. ഇദ്ദേഹം ആരാന്ന് വിചാരിച്ച ഈ ഏരിയയിലെ വലിയ ഡിറ്റക്റ്റീവ് മിസ്റ്റർ രാഘവ് സർ എന്ത് പറയുന്നു സർ? That's enough. ശരി, പോ ആ പോ. ശല്യ.
ഡാ ബോസ് എഴുതിക്കോ. ഡാ എന്താടാ വരച്ചോണ്ടിരിക്കുന്നേ? നിന്നോട് മനസ്സിലാവുന്ന തരത്തിലല്ലേ പറഞ്ഞേ? നോട്ട് ചെയ്യടാ. ഏജ് ആണോ ബോസ്? ഇനി ഒരു പ്രാവശ്യം കൂടി എന്റെ വയസ്സിനെ കുറിച്ച് ചോദിച്ചാലോ നിന്നെ നശിപ്പിച്ചു കളഞ്ഞ. സോറി ബോസ്. സാറേ എനിക്കൊരു ഡൗട്ട്. എന്താ? നിങ്ങൾ ജനിച്ചത് 1947 ആണോ? വീണ്ടും വയസ്സെ കുറിച്ചാണോടാ ചോദിക്കുന്നത്? അതിനല്ല ബോസ്, നിങ്ങൾ ജനിച്ചപ്പോഴാണോ സ്വാതന്ത്ര്യം കിട്ടിയത്? എനിക്കൊരു ഡൗട്ട്. നോട്ട് ചെയ്തോ? ഞാൻ പറയുന്നത് നോട്ട് ചെയ്തോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞല്ലേ നോട്ട് ചെയ്യാ? നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ബോസ്. ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യ്. പറയൂ ബോസ്. ഈ എന്ത് നോട്ട് ചെയ്യണം? മർഡർ രാത്രി സമയത്താണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ സമയം എന്തായി ബോസ്? 8 AM. അപ്പൊ നൈറ്റ് ആയതിനു ശേഷമല്ലേ രാവിലെ ആയത്? ബോസ് പറ, അത് ആണാണോ പെണ്ണാണോ? നിന്റെ കണ്ണിൽ വേറെ പോലെയാണോ തോന്നുന്നത്? ചെറുതായിട്ട്. എവിടെന്നാണോ നീ വരുന്നത്? ദൈവമേ നോക്ക്. ഈ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും? ഉം. സോറി ബോസ്. അന്വേഷണത്തിന് എടാ ആ സൈക്കോ വന്നോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെന്ന് റൂമിൽ ഒളിക്കുക. സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നാ ചോദിക്കുന്നത്. മാത്രം ശരിയെ ആദ്യം ചെന്ന് അകത്ത് ഒളിക്കുക. ഒച്ച വെക്കല്ലേ? വരൂ സാറേ, നമുക്ക് പുറത്തു പോയി നോക്കാം. എടാ നിങ്ങൾ അവിടെ എന്തെടുക്കാണ്? ഒന്ന് അകത്തേക്ക് പോ. ചെല്ല് ചെല്ല്. ഓടി വരൂ. ജാഗ്രതയായിട്ട് വാ. ജാഗ്രതയായിട്ട് നോക്കിട്ട് വാ. എവിടുന്നാണ് വരുന്നത്? Oh my gosh. നീ പോടാ. ഏയ് ശ്വേത, നീ എന്താ ഇവിടെ? ആരവൻ? ബോസ് ബോസ്, ആ? നിങ്ങൾ 1947, ഇവിടെ 19 ഉള്ളൂ. ഇനി ഒരു പ്രാവശ്യം കൂടി വയസ്സെ കുറിച്ച് പറഞ്ഞാലോ? അയ്യോ ഇയാൾ എന്താണ് പറയുന്നത്? അതെ, ആരാ നിങ്ങള്? ഞാൻ ഡിറ്റക്റ്റീവ് രാഘവ്. ആ, അത് ഞാൻ പറഞ്ഞു തരാം. ഈ ഏരിയയിലെ വലിയ ഡിറ്റക്റ്റീവ് മിസ്റ്റർ രാഘവ് സാർ. ചെറ്റ്. ഡാ ഒന്ന് പെട്ടെന്ന് അകത്തേക്ക് ചെല്ല്. വരൂ ബോസ്. നിങ്ങളോട് പോവാൻ പറഞ്ഞില്ലേ? സമ്മതിക്കില്ലെന്നാ തോന്നുന്നത്. ഞാൻ നോക്കിക്കോളാം ബോസ്. ഹൈ, ഐ എം ജൂനിയർ ഡിറ്റക്റ്റീവ് പവൻ. അതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയണം. പിന്നെ കാണാവേ. ബോസ് എനിക്കുള്ള ഭ്രാന്തനാന്ന് തോന്നുന്നു. ബോസ്, നമ്മൾ എത്ര വലിയ ഫേമസ് ഡിറ്റക്റ്റീവ്സ് ആണ്. എന്തിനിങ്ങനെ കടന പോലെ ഒളിച്ചിരിക്കണം? ആ ഇൻസ്പെക്ടറും നമ്മളും അങ്ങ് ശരിയാവില്ലടാ. എന്ത് ഇൻസ്പെക്ടർ നിങ്ങൾക്ക് ശരിയാവില്ലെന്നാ? കുറച്ചുനാൾ മുമ്പാടാ അവന്റെ കൊമ്പ് ഒടിച്ച് അവന്റെ കഥ അങ്ങ് തീർത്തത്. അത് ശരി. എനിക്ക് കാര്യമൊന്നും അറിയില്ലല്ലേ. നിനക്ക് വേറൊരു കാര്യം അറിയോ? അവൻ നടക്കുമ്പോഴേ ഇങ്ങനെ ഞഞ്ഞാവുഞ്ഞാന്ന് നടക്കാറ് നോക്കിയിട്ടുണ്ടാ? അതിന് കാരണം തന്നെ ഞാനാ. അങ്ങനെയാണോ ബോസ്? നിങ്ങൾ അടിപൊളി ബോസ്. ആ വീഡിയോ യൂട്യൂബിൽ ഭയങ്കര വൈറലാടാ. ദാ നോക്ക്, നോക്കടാ. ഫൈറ്റ്. എന്റെ അമ്മച്ചി ബോസ്. ഏയ് ഡിറ്റക്റ്റീവ് രാഘവൻ നീയാണോടാ? അതെ. ആരാടാ നീയൊക്കെ? ആരാടാ നീയൊക്കെ? ആരാടാ നിങ്ങൾ അയച്ചേ? പറടാ 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 നത്തോലിക്കുണ്ടായവന്മാരെ. ആ ഭാഷയാണോ നിങ്ങൾ അയച്ചത്? ഓടാ ഇവിടുത്തെ ഓടിക്കടാ. ഭാഷ തീർക്കൂടാ നിന്റെ കഥ. ഭാഷ വാടാ ഭാഷ, വാടാ. അവന്റെ കഥ തീർക്കടാ.
വാടാ വാ. Hey, attack! വാടാ. Hey, പോടാ. വാടാ വാ. ആ, താടാ കണ്ണ്. വേണ്ട, ആവശ്യം വരില്ല. ഞാൻ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. ഡാ, പോടാ. ബോസ്, ഇത്രയും കാലം ഇത് അറിയാതെ പോയി ബോസ്. നിങ്ങൾ സാധാരണ ആളല്ല ബോസ്. ഇത്രയും ദിവസം ഞാൻ നിങ്ങളെ 000 എന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ കാണുമ്പോ ഹീറോ 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 എന്നാണ് തോന്നുന്നത് ബോസ്. ബോസ്, ഒരു മിനിറ്റ്, അവരവിടെ ഉണ്ടാകുന്ന ഞാൻ പോയി നോക്കിട്ട് വരാം. ബോസ്, ജോലി കയറിയാലും ഒട്ടിപൊളിയായിരുന്നു. എടാ നിങ്ങളെന്തിനാ പുറത്തു വന്നേ? ഇൻസ്പെക്ടർ ഒക്കെ പോയില്ലേ? പിന്നെന്താ പ്രശ്നം സാറേ? എന്താ ഇൻസ്പെക്ടർ പോയിന്നോ? അപ്പൊ ഇന്നൊരു മർഡർ നടന്നോ? എന്റെ ദൈവമേ, ഈ കേസ് ഇന്നെ തീർന്നിട്ടില്ല. അല്ലാണ്ട് ഇന്നൊരു കേസോ? ഇൻസ്പെക്ടർ പുറത്തേക്കാ പോയത്, അല്ലാണ്ട് മുകളിലോട്ടല്ല. പോയിന്നോ? ഇൻവെസ്റ്റിഗേഷനിൽ കൺഫ്യൂസ് ആയി പോയി ബോസ്. ഓ, ഫോട്ടോ എടുക്ക്. ശരി, നീ ഫോട്ടോ എടുത്തു. സെൽഫി പ്ലീസ്. ഒരു മിനിറ്റ്. സെൽഫി. ഒന്നിങ്ങോട്ട് വന്നേ. സെൽഫി എടുക്കാനല്ല പറഞ്ഞത്, ബോഡിയുടെ ഫോട്ടോ എടുക്കാനാ പറഞ്ഞത്. ബോഡിയുടെ ഫോട്ടോയോ? ഇതിന്റെ ആദ്യത്തെ അന്വേഷണമായതുകൊണ്ട് ഒരു ഓർമ്മയ്ക്കിരിക്കട്ടെ. എവിടുന്നാടാ വന്നത് കോപ്പേ? ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ, ഇത് നിന്റെ ലാസ്റ്റ് ഇൻവെസ്റ്റിഗേഷനാ. ഓ സോറി ബോസ്. ഇവിടെ മണ്ട, ആ സൈഡ് എടുക്ക്. ആ സൈഡ്. ശരി ശരി ശരി. നീ തന്ന 2000 കാരണം ഇത്ര നേരം ഞാൻ വെറുതെ ഇരുന്നതാണ്. ഈ കാര്യം എന്റെ ഇൻസ്പെക്ടർ അറിഞ്ഞാലേ ഇതോ പിടിച്ചോ. നോ പ്രോബ്ലം, വെച്ചോളൂ സാറേ. ഈ കേസ് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്ത് നിങ്ങൾക്ക് SI ആയിട്ട് പ്രൊമോഷൻ വാങ്ങിച്ചു തരാം. ഓർമ്മയിലിരിക്കട്ടെ, എന്റെ പേര് ഡിറ്റക്റ്റീവ് രാഘവ്. ഓർമ്മയിരിക്കട്ടെ, എന്റെ പേര് ജൂനിയർ ഡിറ്റക്റ്റീവ് പവൻ. ഒരു മിനിറ്റ്, തോരയുണ്ട്. സിംഗവിടെ ആദ്യം ജോലി നോക്കടാ. കണ്ടുപിടിക്കുന്ന സ്റ്റൈല് പോലീസിന്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാ. പോലീസിന്റെയോ? നീ ചെയ്തത് ക്രൈമാണ്. നിന്നെ പിടിച്ച് ഉള്ളിലിട്ടേക്കും. കൊറേ ക്രൈം ചെയ്തിട്ട് ജയിലിലൊക്കെ പോയിട്ട് വന്നതാണ്. ആദ്യം ആവട്ടെ, ഇത് ഒരു ക്ലൂന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വെച്ചോ സാർ, എടുത്തോ സാറേ. ആദ്യം പോയി ജോലി ചെയ്. ബസ് 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 എനിക്കൊരു ഡൗട്ട് ബോസ്. അതായത് അവൻ ഇവിടെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിരിക്കുമെന്ന് നോക്കാൻ വന്നാ ബോസ്. ഇവിടെ ഇല്ലേ? ആ, ഈ ചെയറിന്റെ അടിക്ക് വല്ല കാണോ? എനിക്ക് ഡൗട്ടാ സാറേ. അവന്റെ തല പൊളന്നിരിക്കുന്ന കാണുമ്പോ ഈ ചെയർ മേടിച്ച് അടിച്ച് പൊളന്ന് കാണും.
പോടാ, പോയി ജോലി നോക്കടാ. സാറി സാർ ബോസ് എനിക്കെന്തോ ആ മരത്തിനടുത്ത് പോയ പോലെ തുമ്പ് കിട്ടാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു. എന്തിനാടാ ഇങ്ങനെയൊക്കെ ക്ഷമിക്കൂ കാണിക്കുന്നത്? സാറേ. പോയി ഒരു മിനിറ്റ് ജോലി സാറേ. നോക്കടാ. ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് എടുത്തിട്ട് ഒരിക്കൽ ഞാൻ ഇട്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട് ബോസ്? യാ, ഒന്ന് പോയി ജോലി നോക്കടാ. നീയാടാ ബോസ്, ഞാനോ? അത് നിങ്ങളല്ലേ ബോസ്? കണ്ണാടി എടുക്കടാ. ഇതാ വെച്ചോളി. ഓ, പോയി ജോലി നോക്ക്. നമസ്കാരം. ഓടാ. ഇവൻ എന്ത് ബാസാ, അവരും പണിയെടുക്കില്ല, നമ്മളെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. വലിയ ഷഡ്ഡി ബോസ്, ഈ വലിയ ഷഡ്ഡി നിങ്ങൾക്ക് വേണോ? എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നേ? സോറി ബോസ്, നിങ്ങൾ ഓടാ, പറയുന്നത് പോയി എല്ലാം ജോലി ഞാൻ കേൾക്കും നോക്കടാ. ബോസ്. ബോസ് എന്താ നോക്കുന്നത്? ആ, ബോസ്, I am on duty, boss. ഡ്യൂട്ടി. അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ആരുമില്ല. അടച്ചിട്ട് ജോലി നോക്കടാ. ഓക്കെ ബോസ്, ശരി. സോറി ബോസ്, സോറി. ബോസ്, ഈ ഫോട്ടോ കൊള്ളാമെന്ന് നോക്കൂ. അപ്പുറത്ത് എടാ മാലിക്, ബോസ് അങ്ങോട്ട് നോക്കി. ആരാടോ ഇവരൊക്കെ? സർ. മർഡർ സ്പോട്ടിനെ മീൻ മാർക്കറ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്നത്. സർ, എനിക്ക് ഇവർ വന്നത് അറിയില്ല സർ. ജേർണലിസ്റ്റ് ശ്വേതയും ക്യാമറ ബുജിയും എങ്ങനെ ഇവിടെ വന്ന് ക്രൈം റിപ്പോർട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു? മതില് ചാടിയാണോ വന്നത്? പറ. അവരെങ്ങനെ മതില് ചാടും? ശ്ശ്, മിണ്ടാണ്ടിരിക്കടാ. ഈ ചാർട്ടിലും മറ്റതൊക്കെ ഒളിമ്പിക്സിൽ ചെയ്തിരുന്നെങ്കിലേ ഇന്ത്യക്ക് ഗോൾഡ് മെഡലെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഓ, ഇയാളെ കൊണ്ട് ഈ ഡിറ്റക്റ്റീവ് എങ്ങനെ അകത്ത് കയറിയത്? അറിയില്ല സർ. അതെ, 2000 രൂപ തന്നല്ലേ? പോലീസ് ആയിരുന്നിട്ട് നിങ്ങൾ കള്ളം പറയാ എന്തിനാ? നിങ്ങൾ എങ്ങനെ അകത്ത് വന്നേ? നിങ്ങൾ ആരകത്തേക്കോട്ടെ? ആരകത്തേക്കോട്ടെന്ന്? കണ്ടില്ല ബോസ്, കാശും വച്ചിട്ട് കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നത്. സമാധാനിപ്പിക്ക്. നിങ്ങൾ വെറുതെ ഇരിക്കും, ഞാൻ നോക്കിക്കോളാം. എന്താടോ സംഭവിക്കുന്നത്? തോല് പൊളിച്ച് തൂക്കിയിട്ടേക്ക് ഞാൻ. ആദ്യം ഈ മർഡർ കേസ് സോൾവ് ആയിട്ട്. സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കിയോ? ആ റെഡിയായി സർ. പോയി കൊണ്ടുവാ, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ എന്ത് ഇൻവെസ്റ്റിഗേഷനാ സർ? നമുക്ക് സ്റ്റേഷനിൽ വെച്ച് തന്നെ ആരംഭിക്കാം സർ. എനിക്ക് പറഞ്ഞു തരികയാണോ എന്ത് ചെയ്യണോ ഏത് ചെയ്യണോന്ന് എനിക്കറിയാം. മർഡർ സ്പോട്ടിൽ ഇൻവെസ്റ്റിഗേഷൻ Okay, ചെയ്യുന്ന sir. കിക്ക് തന്നെ വേറെയാണ്. സർ, നിങ്ങൾ ജീനിയസ് ആണ്. ഇവൻ വളവളാൻ സംസാരിക്കുക, അവൻ അത്ര സീനൊന്നും ഇല്ലെന്നേ. എടുക്കടാ. എത്ര ദൂരമുണ്ട്? സാധനടാ. അണ്ണാ ഞങ്ങൾ നിങ്ങളുടെ ഫാനാണ്. സായിച്ചേട്ടാ, നിങ്ങൾ അങ്ങോട്ട് വല്ലാണ്ട് വൈറലായില്ലേ? ഒരു സെൽഫി എടുത്തോട്ടെ. സായണ ചക്രവാരം പോയി കേട്ടോ. സായണ പോന്നതിന് മുമ്പ് കുപ്പിയിൽ വാങ്ങി കൊടുത്തേ. സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ സായണ്ണൻ ഞങ്ങളുടെ സ്റ്റാർ. സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ സായണ്ണൻ ഞങ്ങളുടെ സ്റ്റാർ. സിനിമയ്ക്ക് ഈ പിള്ളേര് പോലെ എന്നെ ഓ, ട്രോൾ ശരി, ചെയ്യാൻ ഗുരുജി. തുടങ്ങി. ഓ, എനിക്കിത് ഗുരുജി, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസാ. എത്തി നിർത്ത്. കിഴക്ക് എവിടെയാണ്? ഇവിടെ ഇവിടെ തന്നെ. ഓം ശുക്ലാം വരദം വിഷ്ണും ശശിവർണം ധ്യായേ. നമ്മൾ അമ്പലത്തിലാണ് വന്നേ. അല്ല ഗുരുജി, ഡെഡ് ബോഡി കാണാൻ. ആ, അത് സാർ, ഉള്ളു. ആരാ നിങ്ങൾ? എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? I want dead body. Yes, sir. സാർ, ആരാ Inside നിങ്ങൾ? dead എന്തിനു body. വേണ്ടി അകത്ത് പോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോ സാറേ. സാറേ, അകത്താരോ ഒരു ഡെഡ് ബോഡി കാണാനായിട്ട് ഒന്ന് നോക്കൂ സാർ. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗുരുജി, ദാ ഈ ഭാഗത്താണ്. Yes. ആ ടടായ്, 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 ടടായ്. അതെ, ആരാ നിങ്ങള്? പെർമിഷൻ ഇല്ലാതെ നിങ്ങളാരും അകത്തോട്ട് വിട്ടത്? ഇക്കാര്യം ഞങ്ങളുടെ ഇൻസ്പെക്ടർ സാർ അറിഞ്ഞാലേ എന്താണെന്നറിയോ? പറഞ്ഞിട്ട് ഗുരുജി. കാര്യമില്ല. എടുത്ത് കാണിച്ചേക്കാം. വായിച്ചു നോക്ക്. എന്തേത്? ഫോറൻസിക്? നിന്നെ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ. പറടാ. ഞാൻ പറയാം. സാറ് സെലക്റ്റീവായ കേസുകളിൽ മാത്രമേ ഇൻവോൾവ് ആകൂ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കട്ടെ, ആദ്യം നീ ആരാണെന്ന് പറയും. ഞാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിയാണ്. സാറ് കൈകാര്യം ചെയ്യുന്ന എല്ലാ കേസുകളിലും മരണക്രിയയിൽ തുടങ്ങി ശ്രാദ്ധം വരെ എന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. കമ്മീഷൻ കൊടുക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, ബോഡി നേരുണ്ട്. വരൂ സർ. നടക്ക്. ഇപ്പോഴാണ് ചത്തുപോയ ബോഡിയുടെ പുതുമണം അടിക്കുന്നത്. മൂക്കിൽ സുഗന്ധം തുളച്ചു കയറുന്നു. സർ, ഇദ്ദേഹം ഫോറൻസിക് ഓഫീസർ സായ്. അറിയാം, കമ്മീഷണർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. യു ക്യാൻ പ്രൊസീഡ്. ഇവനെവിടെന്നാ വന്നാ പുതിയതായിട്ട്? അല്ല, നിങ്ങൾ
നിങ്ങളൊക്കെ ആരാ? ആ coat അങ്ങേരുടെ ഇട്ടിട്ടവൻ detective ആരാ? എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അടിപൊളി ബാസ്. ആഹാ. സാറേ വന്ന പണി നടക്കട്ടെ. നിങ്ങള് ക്രൈം റിപ്പോർട്ടർ ശ്വേതയല്ലേ? അതെ. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നന്നായിട്ടുണ്ട്. കല്യാണം കഴിച്ചോ? സാറേ കല്യാണം വെച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈമാ. ഇയാളേതാ? ഇവന്റെ പേര് ബുജി. ഞാനെന്താ ബജി എന്നാണ് പറഞ്ഞേ. അത് ബുജി. ശ്വേതയുടെ ക്യാമറമാൻ ബുജി. ക്യാമറമാൻ. ഹലോ സർ. നീ അവന് കൈ കൊടുത്തേ. ഗുരുജി, glad to meet you. താങ്ക് യു. ഇത് ആരാണ്? പേര് വേദ്വിക ഗീത, മരിച്ചുപോയ രാകേഷിന്റെ ഗേൾഫ്രണ്ട്. കുറച്ച് ക്ലൂ കളക്ട് ചെയ്യാനുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് പുറത്ത് പോയേ. നമ്മളെന്തിനു പുറത്തു പോണം? സാറേ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ ഇവിടെ നിൽക്കുക. ആ ഇവരുടെ എല്ലാം ഫിംഗർ Yes, പ്രിന്റ് ഗുരുജി. എന്തിനാ? ഞങ്ങൾ എന്തിനാ തരുന്നത്? പറയുന്ന കാര്യങ്ങൾ കേട്ടാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് അറിയാലോ അല്ലേ? സാറേ നമുക്ക് പുറത്ത് പോകാം. ഡാ ബുജി, നിനക്കും അതേപോലത്തെ ട്രീറ്റ്മെന്റ് വേണോ? പോയേക്കാം മേഡം. നിങ്ങളൊന്ന് പുറത്ത് പോയേ. ഒന്ന് വേഗം എഴുന്നേറ്റ് പോയേ. ഒന്ന് പോടാ താടി. പോ. ബാസ് ബാസ് അങ്ങോട്ട് നോക്കൂ. അതാടാ. ഇതാ ഗുരുജി. ഗുരുജി, അവരെ ഇവിടെ തന്നെയാ നോക്കുന്നല്ലേ? സാറേ അവരെന്താ ചെയ്യുന്നെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ബോസ് അങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്. അവിടെ അവിടെ തന്നെ എന്തെങ്കിലും കൊണ്ടുപോകുന്നു. ബോസ് അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അങ്ങോട്ട് നോക്കൂ. പേഴ്സാ. ലക്ഷ്മി ദേവി. ജോലി കഴിഞ്ഞു. നിങ്ങൾ ഈ കേസ് സോൾവ് ചെയ്ത പോലെ തന്നെ എല്ലാ ക്ലൂസും അവർ തന്നെ കൊണ്ടുപോകുന്നു. നീ പോയിട്ട് അവരോട് ഉള്ളിലേക്ക് വരാൻ ശരി ഗുരുജി. ഇവരെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? 2 വർഷമായിട്ട് അറിയാം സർ. അതിനുള്ളിൽ തന്നെ എല്ലാം നടന്നിരുന്നു സർ. ഇറ്റ്സ് ഓക്കേ. ഓക്കേ. എന്താടോ ചെയിനും വാച്ചൊക്കെ കൊണ്ടുപോകണതിനാ? ലാബിൽ അയക്കണ്ടല്ലേ അല്ലേ ഇതെല്ലാം? എന്ത് ഫോറൻസിക്കോ എന്ത് കുന്തോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ? ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്നേ. ഡെഡ് ബോഡിയിലെ അണ്ടർവെയർ ഉണ്ട്, അത് നീ എടുത്തോ. നന്നായിരിക്കും. സാറേ ഇപ്പോഴേ നമുക്ക് കേസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിന്റെ വായ നടക്കടാ. ശരി ഗുരുജി. പണി കഴിഞ്ഞു. മർഡർ സ്പോട്ട് കണ്ടില്ലേ? സർ. എന്ത് സംഭവിച്ചിരിക്കുന്ന തോന്നുന്നേ? എവിടെ മർഡർ നടന്നാലും ഫസ്റ്റ് ലൈറ്റ് ആയിട്ട് വരുന്ന പോലീസ്, ഡിറ്റക്റ്റീവ്, ജേർണലിസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇന്ന് തുടങ്ങാം. പോലീസിന്റെ അടുത്ത് സ്റ്റാർട്ടിങ് എന്തിനാ ബുജി? അതൊന്നുമില്ല സാറേ. ശരി പറ, നിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ മർഡർ എങ്ങനെ സംഭവിച്ചിരിക്കും? ഈ സൈക്കോ ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലേ ഇവിടെ നീ എന്തുണ്ടാക്കാന്ന് ചോദിക്കും. എന്തെങ്കിലും പറഞ്ഞേക്കാം സർ. നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? സർ പറയാം സർ. സർ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് സർ. പറ. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് തടിയാ ഒന്ന് മാറിയ 2000 വാങ്ങിച്ചല്ലേ പണിയെടുക്ക്.
ഇവനൊക്കെ നമസ്കാരം സാറേ. അവൻ എന്താ ചെയ്യുന്നത് നോക്ക്. ഡാ അവനവിടെ എന്താ നോക്കുന്നേ? സാറേ നമസ്കാരം. യവനെയൊക്കെ കുമ്പിടണം. സർ ഓ പറ. സർ, രാകേഷും ബേസിക്കയും ലവേഴ്സ് ആണ് സർ. അവർ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഫാം ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ബേബി വന്നു, ബേബി നമ്മൾ വന്നു. ഓ ആ, ഇത് എന്റെ ഫ്രണ്ടിന്റെ ഫാം ഹൗസ് ആണ്. നമ്മൾക്ക് യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഡാർലിംഗ്. നിനക്ക് നാണക്കേടയില്ലല്ലേ? വാ ബേബി. ബേബി കം ബേബി. നീ എന്റെ കൈ പിടിച്ചു കൊണ്ടുപോവോ? ഈ രാത്രി എന്നും ഇതുപോലെയാണെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കില്ല ഡാർലിംഗ്. ആ, ആശ ദോശ. ബേബി എന്താണ് അങ്ങനെ നോക്കുന്നേ? നിന്റെ സൗന്ദര്യം കൂടിക്കൊണ്ടേ പോവാണ് ബേബി. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഐ ലവ് യു ബേബി. താങ്ക് യു. വാ ബേബി. വാവ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ രാകേഷ്. നീയും താ. ഈ ലോകത്തില് ഞാൻ ആരെടുത്തും പറയില്ല, പക്ഷെ ഞാൻ നിന്നോട് എന്റെ സ്നേഹം പറയും. ഐ ലവ് യു. എന്തെന്നാൽ ഈ ലോകത്തില് നിന്റെ സ്നേഹത്തിന് മേലെ എനിക്ക് വേറൊന്നും തന്നെയില്ല. താങ്ക് യു. ലവ് യു ഡാർലിംഗ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നീ മാത്രമാണ് ബേബി. ഐ ലവ് യു ഡാർലിംഗ്. അതുകൊണ്ടാ ഞാൻ ഇത്രയും നാളും നിന്നെ മറക്കാതെ ഇരുന്നത്. നിന്റെ വാക്കുകള് എന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞുപോയി. ലവ് യു രാകേഷ്. ഞാൻ സംസാരിക്കുന്നത് നീ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണം ഡാർലിംഗ്. വാ അകത്തേക്ക് പോകാം. ആരാ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ സാർ? ആ, മട്ടൻ കറിയും ഫിഷ് ഫ്രൈയും. എനിക്ക് ഫിഷ് ഫ്രൈ. ഓക്കെ, ആ ശരി. ഫിഷ് ഫ്രൈ. ആ അതെ കാശല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എവിടെ വെച്ച്? ആ ഇവിടെ ഉണ്ട്. ഇതാ വെച്ചോ. ടിപ്സ് എടുത്തോ. ശരി സാർ. എൻ്റെ ബേബി അവിടെ പോയി. അടുത്ത് പോയോ? ഇവിടെ ഇല്ലല്ലോ. ബേബി നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? നീ ഇവിടെ ഇല്ലല്ലേ ബേബി? ബേബി എവിടെയാ നീ? ബേബി എവിടെയാ നീ? ആ, നീ ബാത്റൂമിലാണല്ലേ ബേബി? ബേബി ഐ ലവ് യു ബേബി. ഐ ലവ് യു. ആദ്യം കുളിച്ചിട്ട് വാ ബേബി. ഡിന്നർ കഴിക്കണ്ടേ? ശരി ശരി ശരി. ബേബി നീ ചെന്ന് കുളിച്ചേക്ക്. ആരാ ഏത് പെണ്ണ്? പെണ്ണ? നിന്റെ ഫോണില്. ഓ അവളാണോ? അവളെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ ഇങ്ങനെയൊക്കെ എടുക്കോ? അത് എപ്പോഴും എടുത്ത പഴയ ഫോട്ടോ ആണ്. ബ്രേക്കപ്പ് പോലും ആയി. ഇനി എത്ര ബ്രേക്കപ്പ് ഉണ്ട് ഇങ്ങനെ? അത് ഒന്നേ ഉള്ളൂ. ഓഹോ, നീ പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ച് അവരെ മയക്കി ഇങ്ങനെ ഫാം ഹൗസിൽ കൊണ്ടുവരുന്നത് പുതുമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഡോണ്ട് ബി ഫൂളിഷ് ഡാർലിംഗ്. റിയലി ഐ ലവ് യു. ഹോ, ഇതുപോലെ എത്ര പെണ്ണുങ്ങളോടാ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കിയേ. ഡോണ്ട് സ്പോയിൽ അവർ മൊമെന്റ്. സ്പോയിൽ ചെയ്തതേ നീയാണ്. ഞാൻ പോവാ. പ്ലീസ് ബേബി ഞാൻ ഒന്ന് പറഞ്ഞത് കേക്ക്. എന്നെ
എന്നെ കൊണ്ട് കേൾക്കാൻ Please, പറ്റില്ല. ഞാൻ പറഞ്ഞത് കേക്ക് നീ പറയുന്ന ഞാൻ എന്തിനാ കേൾക്കുന്നേ? എന്നെ വിശ്വസിക്കേ. എന്നെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഇതാണ് നിന്റെ റിയൽ ക്യാരക്ടർ. പെണ്ണുങ്ങളെ ഫാം ഹൗസിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. എത്ര സ്വീറ്റ് ആയിട്ട് സംസാരിച്ച്. എന്താ അഭിനയം. ഛേ, നിന്നെ ഞാൻ വിശ്വസിച്ചു പോയല്ലോ. അയ്യോ പ്ലീസ് ബേബി, സോറി ബേബി, സോറി. ഇനി ഇങ്ങനെ നടക്കില്ല. പോയിക്കോ, പക്ഷെ ഇന്ന് രാത്രി എന്റെ കൂടെ ഇരുന്നിട്ട് പോ. രാകേഷ്, ഓടി നീ. രാകേഷ് വിട്. രാകേഷ് വിടാനല്ലേ പറഞ്ഞത്? വിട്, വിട് രാകേഷ്. ഇതെന്താ രാകേഷ്? വിട്. രാകേഷ് വിടാനല്ലേ പറഞ്ഞത്? അതിനുശേഷം വാച്ച്മാന്റെ ശബ്ദം കേട്ട് വേദിക പുറത്തു നിന്ന് നോക്കി. രാകേഷും മരിച്ചു കിടക്കുമായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയുന്ന പോലെ അഭിനയിക്കുമായിരുന്നു. സർ, ഇവിടെ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻക്വയറി ചെയ്യുവാണെങ്കിലേ എക്സാക്റ്റ് ആയി ഇതേ പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് സർ. നീ കുറെ സിനിമ കാണും തോന്നുന്നു. എന്താ സർ? മർഡർ റൊമാൻസും ചവിട്ടി കുഴക്കരുത് കേട്ടോ. നിന്നോടാ രാഘവനല്ലേ? എന്റെ പേര് വെറും രാഘവനല്ല, ഡിറ്റക്റ്റീവ് രാഘവ്. നിങ്ങൾ പറയൂ ഡിറ്റക്റ്റീവ് രാഘവൻ. ഇയാള് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്തിനാ ചിരിക്കുന്നത്? സാറേ, നിങ്ങളുടെ സ്റ്റോറി അടിപൊളി, മൈൻഡ് ബ്ലോയിങ്. ഗേറ്റുള്ള വാച്ച്മാന്റെ അടുത്ത് 100 രൂപ കൊടുത്തു, എന്റെ കോൺസ്റ്റബിളിന് 2000 രൂപ കൊടുത്തു. നിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ എന്ത് കിട്ടി? പറയൂ മിസ്റ്റർ ഡിറ്റക്റ്റീവ്. മർഡർ ആരാ ചെയ്തെന്ന് പറയൂ. വരുന്നേ. One second. പറയൂ ബോസ്, ചെല്ലുന്നേ. സർ, ഈ ബോർഡ് ഞാൻ യൂസ് ചെയ്യാലോ അല്ലേ? ഓക്കെ. അവിടെ എന്താ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഇതാ വരുന്നു. ഛേ, ഇതെന്ത് ഡ്രോയിങ്ങാ സാറേ? ഇതൊക്കെ എന്താണ്? ഇത് കണ്ടാ നിങ്ങളെ മർഡർ ചെയ്യാനാ തോന്നുന്നേ. ബൊമ്മയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റിഗേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോറി സാർ, ഇപ്പൊ എന്റെ ഫോക്കസ് കണ്ടോ സാർ? എന്തൊരു ഡ്രോയിങ്ങാ സാറ്. ഇതുപോലത്തെ ആർട്ട് ഈ ലോകത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റാ സാറ്, നിങ്ങൾ വലിയൊരു ആർട്ടിസ്റ്റാ സാറേ. മിണ്ടാതിരിക്കടാ. പവൻ, നീയും കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്റെ കൂടെ പാർട്ടായിട്ട് വരുന്നതല്ലേ സാറേ? നീ പറടാ, ഈ മർഡർ എങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന്. ഞാൻ പറയണോ ബോസ്? ഈ മർഡർ എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, എക്സ്ക്യൂസ് മീ, എനിക്കൊരു ചോക്ക് കിട്ടാമോ? സോറി സാറേ, നിങ്ങളുടെ അടുത്ത് പേന വല്ലതും ഉണ്ടോ? ടേക്ക് ദിസ്. എന്റെ ബോസിന്റെ അടുത്ത് പേനയുണ്ട്, ഇവിടെ ചോക്ക് പീസ് പോലും ഇല്ല. മർഡർ എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാ, നമ്മുടെ ഹീറോ ഹൈദരാബാദ് വന്നതിന് ശേഷം അവിടെ ഒരു ഫാം ഹൗസിലേക്ക് പോയിരിക്കുന്നു. ഹലോ ബോസ്, ആ വർക്ക് കഴിയാൻ പോന്നു. അതാണോ? അത് കഴിഞ്ഞു സർ. ആ ക്യാഷ് റൂമിലുണ്ട് സർ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാം ഹൗസിലാണ്. രാവിലെ വന്നേക്കൂ സർ. രാവിലെ വേഗം വന്നേക്കാം. ഓക്കെ സർ. സാർ, രാത്രി തനിച്ചാണോ സാറേ ഇരിക്കാൻ പോകുന്നത്? എന്താ കാര്യം? പെണ്ണ് വല്ലതുണ്ടോ? ഉണ്ട് സാർ, അടിപൊളിയായിട്ട് ഒരുത്തിയുണ്ട്. പക്ഷെ കുറച്ച് റേറ്റ് അധികമായിട്ട് അവള് ചോദിക്കൂ സാറേ. സാറില്ല, കൂട്ടിട്ട് വാ. ഓക്കെ സാർ. ഈ ഏരിയയിൽ ഭംഗിയുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റ് മുഴുവനും എടുത്തു കഴിഞ്ഞു സാർ. ഒരു കോട്ടടിച്ചിട്ടേ നല്ലോണം കടന്നുറങ്ങിട്ട് വെളുക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ശരി സാർ, നല്ലപോലെ എൻജോയ് ചെയ്തോളൂ സാറേ. ആ സരള വന്നതിന് ശേഷം അവർ രണ്ടുപേരും റൂമിനകത്ത് കയറി. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ പേരെന്താണ്? സരള. സരള, ഇവിടെ വാ. പെർഫ്യൂമിന് നല്ല മണമുണ്ട്. നന്നായിട്ടുണ്ടോ? എന്റെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഡിന്നർ കഴിച്ചോ?
അലഞ്ഞു തിരിഞ്ഞു വന്നതുകൊണ്ട് ബിരിയാണി തന്നാ കഴിക്കും. ശരി, ഞാൻ ഈ ഗ്യാപ്പിലെ കുറച്ച് സൈഡ് ഡിഷ് കഴിച്ചോട്ടെ. വാ. അവിടെ ഒരാളുടെ മുകളിൽ ഇന്നൊരാൾ കിടന്നുകൊണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഉം. ബുദ്ധിയില്ലാത്തവനെ, നീ എന്തോന്നാടാ പറയുന്നത്? എന്താ സാർ, ലാസ്റ്റ് സീന് ശരിയല്ലേ? കോസ്റ്റ്ലി കസ്റ്റമറുടെ കൂടെ കിടക്കാൻ പാടില്ല, കിടത്തണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ്. നിന്നോട് സിനിമാ കഥ പറയാനല്ല പറഞ്ഞത്. ഈ മേർഡർ എങ്ങനെയാ നടന്നതെന്ന് അത് പറ. എന്റെ സർവീസിൽ ഇതുപോലെ വൃത്തികെട്ട കഥ കേട്ടിട്ടില്ലടാ. ഇൻവെസ്റ്റിഗേഷനെ തന്നെ വൃത്തികേടാക്കി കളഞ്ഞു. എന്റെ മൂഡ് സ്പോയിൽ ചെയ്തു. നീയല്ല ഡിറ്റക്റ്റീവ്, എന്ത് സംഭവിച്ചു പറഞ്ഞോടാ. കൂൾ സർ, ഞാൻ എന്റെ ട്രെയിനിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതല്ലേ. ഭ്രാന്ത് തന്നെ തോന്നുന്നു. നീയും നിന്റെ ടെസ്റ്റിങ്ങും. എന്റെ ഗണ്ണ് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. പറയാ, മനസ്സുമായിട്ടിരിക്കും സാർ. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക്. ഇതിലുള്ളത് 2 പേര് മാത്രമല്ല, വേദ്വികയും രാജേഷും അല്ലാതെ വേറെയും 2 പേരുണ്ട്. ഈ 2 പേരോ? ഇതാരെങ്കിലും വിശ്വസിക്കുക സാറേ? നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവില് കുറെ ആൾക്കാരെ ചേർത്തോളും, ഞങ്ങൾ മാത്രം ചേർക്കാൻ പാടില്ല. സീനിയേഴ്സിന് ഒരു മര്യാദയില്ല. ട്രിഗർ വലിച്ചാലേ. നീ സമാധാനായിട്ടിരിക്ക്. നിനക്ക് എന്താണ് പ്രശ്നം? നിന്റെ ജൂനിയർ അടുത്ത് പറഞ്ഞു കൊടുക്കൂലേ? കൂൾ സർ, കൂൾ. അന്ന് രാത്രി എന്താ നടന്നെന്ന് വെച്ചാൽ, വരാ. ഈ സമയത്തിൽ ആരാ ഇവരൊക്കെ? ഹലോ സാർ. ഓക്കെ സാർ, ഞാൻ ചെയ്തേക്കാം സാർ. ഓക്കെ സാർ. അളിയാ, ഇതാ എന്റെ ഫ്രണ്ടിന്റെ ഫാം ഹൗസ്. നല്ല രസമാണല്ലോടാ. അളിയ, ഇവിടെ പോലീസിന്റെ പ്രശ്നം വല്ലതും ഉണ്ടാവുകടാ? അതൊന്നും ഒരു പ്രശ്നമില്ലടാ. വാ പോവാം. ഫ്രണ്ട് എന്ന് വെച്ചാൽ നീയാടാ. മദ്യവുമായി തന്നു, ഫാം ഹൗസിലേക്ക് കൂട്ടിയിട്ടും വന്നു. ലവ് യു അളിയ. പക്ഷെ ഫുഡ് മാത്രമായി തന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് വേണമെങ്കിൽ കുക്കിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. കുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരും. ഇന്ന് വേദ്വികയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് മുഴുവൻ ഓർഡറും വേദ്വികയെ പറയൂ. നീ പറഞ്ഞ சிக்கன் கறி, மட்டன்ல சூப், அப்புறம் மட்டன் தலக்கറി, പ്രോൺസില് പ്രോൺസ് കറി, അതില് പിന്നെ വെജില് ഏതെങ്കിലും ഒരു ഫ്രൈ, ഗോപിയോ പൊട്ടറ്റോ. ശരി, ഞാൻ ചെയ്തു വെക്കാം. പറഞ്ഞ മനസ്സിലായോ? കാശ് കുറച്ച് കൂടുതൽ പൊക്കോ. പോയിട്ട് എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആകണം. ഫ്രഷ് അപ്പ് ആയതിനു ശേഷം പിന്നെയും ഫ്രഷ് ആവണം, പിന്നെയും ഫ്രഷ് ആവണം. ബേബി ബേബി ലവ് യു ബേബി. ബേബി, നിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ? ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഭയങ്കര ഹോട്ട് ആയിട്ടുണ്ട്. ഇത് മാത്രല്ല, ഇതിനേക്കാളും സർപ്രൈസ് ഉണ്ട്. ഇനിയൊരു സർപ്രൈസോ? എന്താ ബേബി? ഇപ്പൊ പറയില്ല, അതിലിനിയും കുറെ സമയമുണ്ട്. ലവ് യു ബേബി. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Vedika. Happy birthday, Vedika. Happy birthday, dear Vedika. Happy birthday, happy birthday. Hey, happy birthday. Happy birthday, Vedvika.
Happy birthday to you, Vedvika. ഓക്കെ ഗൈസ്, നമുക്ക് പാർട്ടി സെലിബ്രേറ്റ് ചെയ്താലോ? ആദ്യം ഞങ്ങൾ രണ്ടുപേരും ചെന്ന് അറേഞ്ച്മെന്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ വരുമോ? ഓക്കെ, വാടാ. എല്ലാം മിക്സ് ചെയ്യടാ. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യടാ. എടാ, നീ ഇപ്പൊ ഏത് തമ്മിലെ ജോലി എടുക്കുന്നേ? നീ വന്നോ? കമോൺ, എടുത്തോടുന്നേ. ഇത് വേണോ അല്ലെങ്കിൽ ബ്രീസറോ? ഓക്കെ, എന്താ സ്റ്റാർട്ട് ചെയ്യല്ലേ? കമോൺ. പിന്നെ നിങ്ങളുടെ ലവ് ജേർണി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? പബ്ബില് തുടങ്ങിയതാ. പബ്ബിലോ? അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിച്ച ഓർമ്മയുണ്ട്. അങ്ങനെ തന്നെ റൂമിലോട്ട് വിളിച്ചോണ്ട് പോയി. കുറെ കാര്യം സംസാരിച്ച് പിന്നെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നു. അതെ, നിങ്ങൾ രണ്ടാളും എങ്ങനെ മീറ്റ് ചെയ്ത്? ആക്സിഡന്റ്. ഞാൻ സ്കൂട്ടി പഠിക്കുന്ന സമയത്ത് അവരെ പോയി ഇടിച്ചായിരുന്നു. ഒരുപാട് പേടിച്ചു പോയി. ഞാൻ അവരെ നോക്കി പേടിച്ചിരുന്നു. അവർക്ക് എന്റെ വെള്ളി ലവ് ആയി. ഞാൻ കുറെ ദിവസം അവളെ ഫോളോ ചെയ്തു. അവസാനം അവള് വീണു. താങ്ക് യു. എന്തോ തല ഇറങ്ങുന്ന പോലെ തോന്നുന്നു. നിന്റെ ബർത്ത്ഡേ അല്ലേ, അത് സ്പെഷ്യലാണ്. ജസ്റ്റ് ചിൽ, എൻജോയ്. ഓക്കേ, ശരി, എന്നാ ശരി, ഡാൻസ് കളിച്ചാലോ? ഡാൻസ്. ലെറ്റ്സ് ഗോ ഡാൻസ്. ഡാൻസ്. വാ. രാകേഷ്, വംസി, രേണു, 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 രാകേഷ്, രാകേഷ്,
ഛെ. Rakesh, what are you doing here? Renu, എന്താ ഇത്? You cheat? നീ എന്നെ ലവ് ചെയ്യാണെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഈ സ്ഥലത്തോട്ട് വന്നത്. വേറൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ഛേ. നത്തിങ് ഹാപ്പൻ ഡാർലിംഗ്, ജസ്റ്റ് എൻജോയ് ചെയ്യുന്നേ. അപ്പൊ ഇത്രയും നാൾ നീ പറഞ്ഞതെല്ലാം കള്ളമാണല്ലേ? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ബേബി, അതൊക്കെ നിന്റെ തോന്നലാണ്. ഛേ, നീ ശരിക്കും എന്നെ പ്രണയിക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. നീ എന്താ ഓവറാക്കാണല്ലോ? ഇത്ര നേരം അവന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ അറിഞ്ഞില്ലേ? ആ ബേബി ഇത് നോക്കിയേ. ബേബി ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു രാത്രി എൻജോയ് ചെയ്യാം. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്റെ ലോകം, എന്റെ ഹൃദയമിടിപ്പെല്ലാം നീയാണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്രയും വൃത്തിയോട് ചെയ്തിട്ട് ഛേ. എപ്പോഴും ചിരിച്ച് പ്രണയിക്കുന്ന ഓരോരുത്തരും ജോക്കറല്ല. ഓരോരുത്തരും ഓരോ ശൈലി ഉണ്ടാകും. അതിലൊരുത്തൻ രാക്ഷസനാണ്. നീ സൗന്ദര്യം കണ്ടിട്ടല്ല സ്നേഹിക്കുന്നത്. നീ 24 hours എന്റെ കൂടെ എന്നെ സംസാരിക്കണമെന്നല്ലേ പറഞ്ഞത്? ഒരു ഭംഗിയുള്ള ലവ് സ്റ്റോറി ഉണ്ടാക്കി പ്രൊപ്പോസ് ചെയ്ത് കല്യാണം ചെയ്യണമെന്നെല്ലാം വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ ചീറ്റ് ചെയ്തല്ലേ? അതെ, ഞാൻ പറഞ്ഞൊക്കെ നുണയാണ്. നിന്നെ സ്വന്തമാക്കാന്ന്. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. ഈ ഒരു രാത്രി മാത്രം ഞാൻ പറഞ്ഞ കേക്ക്. പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. നിന്നെ കാണുന്ന ഓരോ നിമിഷവും എനിക്ക് എങ്ങനെയാ ഉണ്ടായിരുന്നെന്നറിയാമോ? നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു. പക്ഷെ നിന്നെ പോലെയുള്ളവർക്കൊന്നും ഒരു പെണ്ണ് മതിയാവില്ലല്ലോ അല്ലേ? അത് ആ ഡ്രിങ്ക്സിൽ നിങ്ങൾ എന്താ കലർത്തി വെച്ചിരുന്നത്? നീ കുടിച്ച ഡ്രിങ്കില് ഡ്രഗ്സ് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. നിന്റെ കൂടെ അവനും അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഞാൻ എൻജോയ് ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ നടന്നില്ലല്ലോ. നടന്നില്ലല്ലോ. വാ, നമുക്കൊന്ന് ഒരു രാത്രി എൻജോയ് ചെയ്യാം. വാ, വാടി. നീ എന്താ ചെയ്യുന്നത്? വിട് രാകേഷ്, വിട് രാകേഷ്, ഒരു രാത്രി രാകേഷ് വിട്. വിടാനല്ലേ പറഞ്ഞേ? നീ എന്താ ചെയ്യുന്നത്? വിട് രാകേഷ്. രാകേഷ്, രാകേഷ്, ഇതായിരിക്കും നടന്നത്. നിങ്ങളുടെ കഥയ്ക്ക് എന്റെ കഥ ഭേദമാണ് ബോസ്. എന്നോട് ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കാണല്ലോ സാർ. നമ്മൾ പഴയതെല്ലാം മറന്നേക്കാം. അത് പേഴ്സണൽ, ഇത് പ്രൊഫഷണൽ. ബി പ്രൊഫഷണൽ ഗുരു. വരുന്നു ഓരോ ആളുടെ അടുത്തായിട്ട് ഞാൻ വരുന്നുണ്ട്. ശ്വേത, മതില് ചാടിയാണ് വന്നിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മർഡർ? സർ, രാഘവൻ പറയുന്നത് ഓൾമോസ്റ്റ് കറക്റ്റ്. വേദ്വിക്കയുടെ ബർത്ത്ഡേന് വേണ്ടി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷനിൽ. ഡ്രഗ്സ് യൂസ് ചെയ്തു. പക്ഷേ ഞാൻ വേദ്വിക രാകേഷെ കൊന്നിട്ടില്ല. ഇത് ചെയ്തത് വംശി. അന്ന് അവിടെ നടന്നത് എന്താന്ന് വെച്ചാ Happy birthday, happy birthday. Happy birthday, darling. ഹാപ്പി ബർത്ത്ഡേ വേദ്വിക. താങ്ക് യു. ഹേയ്, നമുക്ക് സെൽഫി എടുക്കാം. Yeah.
രാകേഷ് കം ഓൺ എന്റെ അടുത്തേക്ക് വാ. ശരി, അടുത്തേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ വേദ്വിക. താങ്ക് യു. താങ്ക് യു വംസി. ഹാപ്പി ബർത്ത്ഡേ വേദ്വിക. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ വേദ്വിക. എത്ര തവണ പറയൂ ഇങ്ങനെ? നിന്റെ ഈ ഭംഗിക്ക് അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും തികയില്ല. വംസി, ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്സ്, ഓക്കേ? ബ്രോ ഹേയ് ബ്രോ, ഹേയ് ബ്രോ, ബ്രോ ഗോ ആൻഡ് ചിൽ ബ്രോ. Bro. നത്തിങ്. കൂൾ ബ്രോ. ഇവിടെ ബർത്ത്ഡേ എൻജോയ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കൂൾ ബ്രോ. ഞാനും എൻജോയ് ചെയ്യാനാ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. പ്ലീസ് ചെല്ലു ബ്രോ. ബേബി കൂൾ. അവനത് അറിയാതെ പറഞ്ഞു പോയതാ. നീ വാ പ്ലീസ്. ബേബി Cool baby, feel ചെയ്യണ്ട. അവൻ അറിയാതെ പറഞ്ഞു പോയതാ. പ്ലീസ്, നമ്മളൊന്ന് പാർട്ടി മൂഡിലല്ലേ? ഓക്കെ കൂൾ പ്ലീസ്. രാകേഷ്. സോ രാകേഷിനെ കൊന്നത് വംസി. യെസ്. ഓക്കെ ഓക്കെ. സർ, ഞങ്ങളോട് എന്തിനാ സാർ ചോദിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്യും, ചിരിക്കുകയും ചെയ്യും. നിങ്ങൾ തന്നെ പറയും സാർ, എന്താ സംഭവിച്ചതെന്ന്. പറയാം എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് സാർ, ആ, അവര് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഞാൻ പറയുന്നത് കേൾക്ക് സാർ. ചായയും വടയും കഴിക്കാൻ വന്നവനല്ലേ നീ? നിനക്ക് പ്രശ്നം വേണ്ട, പോ. ഈ കോമഡി ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് എന്താ ഇവനെ കേൾക്കാത്ത? കണ്ടിട്ട് വലിയ കൊമ്പനാണെന്ന് തോന്നുന്നു. സാർ, ഒരു ചാൻസ് ഇത്താ സാർ. ശരിയടോ, വാ. ഇതാ വരുന്നു സാർ. സാർ, അന്ന് എന്താ നടന്നെന്ന് വെച്ചാൽ, ഓക്കേ, ഒന്നും വേണ്ട ബേബി, എനിക്ക് ബോറടിക്കുന്നു. എനിക്കും അങ്ങനെയാ. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ഗെയിം കളിച്ചാലോ? ഏത് ഗെയിമാ കളിക്കുക? ഹൊറർ ഗെയിം. ഈ സമയത്തോ? ഇവിടെ ഒരു വാച്ച്മാൻ ഇല്ലേ, എപ്പോ നോക്കിയാലും ഉറങ്ങുന്ന ഒരാള്. സോ നമുക്ക് പ്രേതത്തിനെ പോലെ ഒരു വേഷം ഇട്ടിട്ട് അയാളെ പോയി പേടിപ്പിക്കാം. ഓക്കെ. എന്താ ലൈറ്റ് ഒക്കെ ഓഫ് ആയിരിക്കുന്നത്? ദൈവമേ, ദൈവമേ. ഹലോ, ആരാത്? ദൈവമേ, കത്തോളനായിപ്പാ. ദൈവമേ, കാത്തോളണേ. ദൈവമേ. രക്ഷിക്കണേ, 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 എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരാ അടിച്ചേ? അമ്മേ, അയ്യോ. സൂപ്പർ ഫണ്ണായിട്ടുണ്ടായിരുന്നു രാകേഷ്. ആ കണ്ണാടി കണ്ടിട്ട് എന്താ അവിടെയല്ലേ? പേടിച്ചത്? ഈ സ്ഥലത്ത് വന്ന് ഒരുപാട് ഓവർ ആക്ടിങ് ചെയ്തായിരുന്നു. ഓക്കേ, ഈ ഹാപ്പി മൊമെന്റിൽ നമുക്ക് ലെറ്റ്സ് ഡു എ ഡാൻസ്. രാകേഷ്,
ഇതാണ് സാർ നടന്നിട്ടുണ്ടാവുക. നീ എന്താടോ പ്രേതകഥ പറയാണോ? എന്താ സാറേ ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ അടുത്ത് ചായ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞില്ലേ? നീയും നിന്റെ പ്രേതകഥയും. റാസ്കൽ. പോടാ. ഇവര് പറഞ്ഞതൊക്കെ നല്ലതാണ് പോലും ഞാൻ പറഞ്ഞ ഹലോ, ഇഞ്ഞി വാ. നിങ്ങൾക്ക് എന്താ? എന്റെ പേന കണ്ടില്ലേ? നിന്റെ കഥയെക്കാളും ഞങ്ങളുടെ കഥ ബെറ്റർ ആണ്. മാലിക്, എല്ലാവരെയും അറസ്റ്റ് ചെയ്യേ, എസ്പെഷ്യലി രാഘവനെയും ശ്വേതയെയും. അറസ്റ്റോ? ഓക്കെ സർ. അല്ല, നിങ്ങൾ എന്തിനാ സാർ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്? നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല സാർ. സാർ, നിങ്ങൾ അങ്ങനെ വെറുതെ ചിരിച്ചോണ്ടിരിക്കില്ല സാർ. എനിക്ക് പേടിയാവുന്നു സാർ. അടുത്ത് നിങ്ങൾ എന്നെയും അറസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് സാർ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. ആദ്യം ഇവരെ കുറിച്ച് നീ മനസ്സിലാക്കണം. എന്താ വാസു ഇത്? ലാസ്റ്റ് വീക്ക് എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. ഹലോ സാർ, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്. ഉം. ഇവിടെ മുഴുവനും ഡ്രഗ്സ് കച്ചവടമാണ്. ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചുതരാം സാർ. ഓക്കെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് Okay. നോക്കൂ സാർ. ചേട്ടാ, ഇവിടെ എന്റെ ഗേൾ ഫ്രണ്ട്. ഹായ്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ஹாப்பி பர்த்டே. Thank you. ഞങ്ങൾ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി Thank you. ആഘോഷിക്കാൻ വേണ്ടി ஓ വന്നിരിക്കുകയാണ്. அப்படியா? ഓക്കെ ചേട്ടാ. ஓகே. താങ്ക് യു ചേട്ടാ. பை பை. ബൈ ബൈ. என்ஜாய் பண்ணுங்க. മേഡം മേഡം എന്തിനാ ഇവിടെ വന്നേ? ഡബുജി, ക്യാമറ സെറ്റപ്പ് ഒക്കെ ശരിയായില്ലേ? ആ മേഡം. ഞാൻ പറയുമ്പോ ഓൺ ഷുവർ ചെയ്യും. മേഡം. ഓക്കെ, പോവാം. വരാം മേഡം. ഡിക്ചിക്ക്, 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 ഡിക്ചിക്ക്. ബോസ്, എത്ര പെണ്ണുങ്ങളാ ബോസ്? ബോസ്, എവിടെയാടാ ഉള്ളത്? ബോസ്, കൊറേ പെണ്ണുങ്ങള്. നിനക്കെന്താടാ പെണ്ണുങ്ങൾ വേണം? നിങ്ങൾക്ക് പയ്യന്മാര് വേണോ ബോസ്? ബോസ് നീയാണോ ഞാൻ ഞാനാണോ? തന്നെ ബോസ്. അല്ല നിങ്ങള്, നിങ്ങൾ അല്ല നമ്മൾ തന്നെ. ജോലി നോക്കടോ. ജോലി നോക്കണോ? നിങ്ങൾ പോയി ജോലി നോക്കി, ഞാൻ പോയി പെണ്ണുങ്ങളെ നോക്കാം. വേഗം ചെല്ലേ. എന്ത് സംഭവിച്ചാലും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. നീ എന്ത് വേണമെങ്കിലും ചോദിക്കേ. ആ പറയാലോ. ഹേ, നിന്റെ ഫ്രണ്ട് വംശി. എടാ വംസി, ഹായ്. ഫേസ്ബുക്കാടാ. നിന്റെ ആളെവിടെ? എടാ, അവള് എപ്പോ നോക്കിയാലും ഒറ്റയ്ക്കാണോടാ? മേഡം 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 ആദ്യമായിട്ടാണ് പബ്ബിൽ വന്നത്. ഒരു ഡ്രിങ്ക്സ് കുടിച്ചോട്ടെ മേഡം പ്ലീസ്. ശരി, കൂടുതൽ കുടിക്കണം. ഓക്കെ മേഡം, വെറും 2 പെഗ് മാത്രം. ഓക്കെ, ശരി, പോ. താങ്ക് യു താങ്ക് യു. എടാ, ഇന്നെന്റെ വേദികയുടെ പിറന്നാളടാ. താങ്ക് യു. ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവൾക്ക് എന്ത് വേണമെങ്കിലും, നിനക്ക് എന്ത് വേണമെങ്കിലും, ഇവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും, ഈ പബ്ബിലുള്ള എല്ലാവർക്കും ഓ. ഇന്നത്തെ പാർട്ടി എന്റെ ചെലവിലാണ്. ഓക്കെ? താങ്ക് യു. ആ ചേട്ടാ, ഡാനിയ, മാനേജറെ വിളിക്കേ. സാറിന്റെ വരാൻ പറഞ്ഞിരുന്നു. നീയാണ് ഇവിടുത്തെ മാനേജർ. ഇവിടെ ഡ്രഗ്സ് ഒക്കെ ഉണ്ടോ? ഡ്രഗ്സാ സാർ? എന്താ പറയുന്നത്? അങ്ങനെ ഒരിക്കലും ഇല്ല സാർ. അതെ, അവനാരാ? ഓ അവരാണോ? അവര് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമറാ സാറേ. നീ പറയുന്ന സത്യമാണോ? Are you sure? ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും കോൾ ചെയ്തോളൂ. ശരി. ഓക്കെ സാർ.
സാർ ഇവൻ പബ്ബിന് പോയത് ഡ്രഗ്സിന് വേണ്ടിയാണ്. ഇവരെ എന്തിനാ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? റാകേഷ് കൊടുത്ത പാക്കറ്റില് ഡ്രഗ്സ് ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡ്രഗ്സ് ഉണ്ടോയെന്ന് അന്വേഷിച്ച്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആ പാക്കറ്റ് കൊടുത്തവനെയും കിട്ടിയില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പബ്ബിൽ ഒന്നും കിട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ മർഡർ നടന്ന സ്ഥലത്ത് രാകേഷിന്റെ ബാഗിൽ നിന്ന് ഡ്രഗ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ രാകേഷിനും ഡ്രഗ്സിനും ഏതോ ഒരു ലിങ്ക് ഉണ്ട്. എൻക്വയറിയിൽ മനസ്സിലായത് അന്ന് രാകേഷിന്റെ കൂടെ ആ പെണ്ണ് മാത്രമല്ലാതെ ഡിറ്റക്റ്റീവ് രാഘവനും പിന്നെ ശ്വേതയും ഉണ്ടായിരുന്നു എന്ന്. അന്ന് ഇവർ രണ്ടുപേരും അവിടെയായിരുന്നോ? ഉം. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നേയില്ല. മേഡർ സമയത്ത് ഇവിടെയായിരുന്നു കൊണ്ട് രാവിലെ ആയപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ ഡ്രാമ കളിക്കായിരുന്നു സാർ. എന്താണ് നടന്നത് സാർ? ഇവർ ഫാം ഹൗസിലേക്ക് എങ്ങനെയാണ് വന്നത്? അന്ന് പബ്ബിൽ രണ്ടുപേരും ഞാൻ കണ്ടിരുന്നു, ശ്വേതയെയും ആ പെണ്ണിനെയും. എന്തായി, ഹാങ് ഓവർ ആയോ? ലൈറ്റ് ആയിട്ട്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? യെസ്റ്റർഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മൈ ഫ്രണ്ട്. ഈ ഡ്രസ്സ് നല്ല ചേർച്ചുണ്ട്. താങ്ക് യു. നിന്റെ ഡ്രസ്സും കൂടെ നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതെന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നീ വരുന്നോ? എവിടെ? എന്റെ ബോയ് ഫ്രണ്ട് ഫാം ഹൗസിലാ. ഫാം ഹൗസിലോ? ഓഹോ, ഓക്കെ 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 ഓക്കെ, പോകാം. പോവാം. ഓക്കെ. എടാ, ഇത്രയും ചെറിയ കാര്യത്തിൽ നന്ദി പറഞ്ഞ എങ്ങനെയാടാ? ഫാം ഹൗസിലേക്ക് വാടാ, അവിടെ വലിയ പാർട്ടി ഉണ്ട്, കുറെ കാശുണ്ട്. ആ, നീ വാടാ, ചെന്ന് ബൈക്ക് എടുത്തോണ്ട് വാ. നീ ബൈക്കില്, ഞാന് വേദ്വികയുടെ കൂടെ വരും. നീ പോയിക്കോ. നീയും പോയി നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിട്ട് വാടാ. പോടാ പോടാ. ബേബി, ഞാനിതാ വരുന്നു. ബേബി, ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. Girls, cheers. Baby, I love you. Happy birthday. Thank you. ഹാപ്പി വിഷസ് വേദ്വിക. Thank you, sweetheart. ശ്വേത Sweetheart. മാഡം, നിങ്ങൾ അതിനെ ചിക്ക് ചിക്കുന്ന അമർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് മാഡം? അതോ, അത് അവളുടെ മൈൻഡ് റിലീഫിനാ. എസ്, എല്ലാവരും ബോൾ യൂസ് ചെയ്യും, പക്ഷേ ഞാൻ പെൻ യൂസ് ചെയ്യും. ഓക്കെ, എനിക്ക് എൻ്റെ സ്ട്രെസ് റിലീഫ് എൻ്റെ ബേബിയാണ്. ഓ, താങ്ക് യു. ബേബി ലവ് യു. അതിരിക്കട്ടെ, ഈ വംശീയ റേനകൊക്കെ എപ്പോഴാ വരിക? ഓൺ ദ വേ ആണെന്ന് തോന്നുന്നു. ഇവര് എപ്പോഴും ലേറ്റാ. ഗ്ലാസ് വന്നോ? ഓ, നൈസ് Hi, മീറ്റിംഗ് nice മൈ meeting ബെസ്റ്റ് you. ഫ്രണ്ട്. Nice പ്ലീസ് meeting ബി you. സീറ്റഡ്. ഹലോ Hello. ഹലോ. ഫ്രണ്ട്സ് ആണ് Hi, ഇവര്. nice meeting you. Thank ഹാവ് എ you. ബീർ. Oh, no, കുടിക്കുന്നേ. no. You guys എടാ, carry on. കുടിക്കാൻ പറയടാ. Not like that. ഇപ്പോഴാണ് കുടിച്ചിട്ട് വന്നത്. കുടിക്കാൻ അതുകൊണ്ട് പറഞ്ഞില്ലേ? ഇന്ന് എന്റെ ഗേൾ ഫ്രണ്ട് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ യു വാണ്ട് ടേക്ക്? കുടിക്കുന്നേ. ഗൈസ്, Cheers. Cheers. എൻജോയ്. കുടിക്കേ. ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാടാ. ലവ് യുടാ. ശ്വേത മാഡം, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജേർണലിസമിൽ PG ചെയ്യുന്നുണ്ട്. ഓ, ജേർണലിസമിൽ PG. അപ്പൊ ദിവസേന ടിവിയുടെ മുമ്പിലിരുന്ന് ന്യൂസ് പഠിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ശ്വേത എന്ന് പറയൂ. അല്ല, ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാ. ഓ, wow. ഗേൾസ് ജേർണലിസം കഴിഞ്ഞിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുന്നത് കുറച്ച് കഷ്ടമല്ലേ? ഞാൻ ഡിറ്റക്റ്റീവാ. ഡിറ്റക്റ്റീവ്? ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു ജോബാണോ ബ്രോ? ജോബ് ഇല്ല ബ്രോ, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓ, കേസ് മുഴുവനും നിങ്ങൾ തന്നെ പിടിക്കും അല്ലേ? സൂപ്പർ. ഫസ്റ്റ് ടൈം ഒരു ലേഡി ക്രൈം ജേർണലിസ്റ്റിനെ കാണുക. ഫസ്റ്റ് ടൈം ഒരു ഡിറ്റക്റ്റീവിനെ കാണുക. അത് നിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണ് ബേബി. എന്റെ ബർത്ത്ഡേയില്. Yeah. Wow, it's my birthday special. Yes. I'm so happy, Rakesh. Thank you guys.
എൻ്റെ ബേബിയുടെ ബർത്ത്ഡേന് നിങ്ങൾ എല്ലാവരും വന്നതുകൊണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. വാവ്, എന്താ? Yes, guess it. കേക്ക്. Oh, no. ഓക്കേ. ഇതെന്താ ഡയമണ്ട് റിംഗ്? ഡയമണ്ട് റിംഗ് അല്ല. എന്തെങ്കിലും ഗോൾഡ്, കാറ്? കിക്കാണ്. കിക്കോ? ബൈക്ക്? കിക്കർ വെച്ച ബൈക്ക്? No. Yes. മുഴുവൻ ഡ്രഗ്സാ taken from my friend. This. ഏതിലും ഇല്ലാത്ത ഒരു കിക്ക് ഇതിലുണ്ടാവില്ലോടാ. യു വാണ്ട് ദിസ്? യു വാണ്ട് ദിസ് അലിയ? എടുത്തോടാ. എങ്ങനെയുണ്ടാ? അലിയ, I love you ടാ. Bro, he's a guest. Bro, take it. Thank you. Take it. Thank you, bro. Take it, bro. അപ്പൊ എനിക്ക്? അയ്യോ, സോറി ബേബി, സോറി ശ്വേത. നിങ്ങൾക്കൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. എവിടെ പോയി? Got it. വേണോ? Take it. എൻജോയ്. മണത്തിട്ടേ ഉള്ളൂ, അതിനുള്ള തലയ്ക്ക് കയറി. One second. Urgent call. ഓക്കെ ബ്രോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും എടുത്തോളൂ, എൻജോയ് ചെയ്തോളൂ. Cheers. ബുജി പറ. എവിടെ പോവാണ് മേഡം? പബ്ബിൽ ബില്ല് നീ കുടിച്ചതിന് ഞാൻ ബില്ലടയ്ക്കണോടാ? നിങ്ങളല്ലേ മേഡം ഓക്കേ എന്ന് പറഞ്ഞത്? ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് പേ ചെയ്യണോ? ബേബി ബേബി പോയിട്ട് വാ. നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു പേക്കും കൂടി ഓർഡർ ചെയ്തു മേഡം. നീ ഫോൺ വെക്കടാ. വേസ്റ്റ് ഫെലോ. നല്ല കാലം ആരും കണ്ടില്ല. മാഡം, ഞാനാണ്. മാഡം, നിങ്ങളതിനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഫോണിൽ സംസാരിച്ചത് മതി. വരൂ, നമുക്ക് ഡാൻസ് കളിക്കാം. നോ താങ്ക്സ്. മാഡം, ഡാൻസ് കളിക്കാം. വരുന്നേ, വരൂ മാഡം. I'm leaving this place. മാഡം 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 എക്സ്ക്യൂസ് മീ. ഇവിടെ വരുന്നത് മാത്രമാണ് നിങ്ങളുടെ ഇഷ്ടം. ഇവിടുന്ന് പോകുന്നതേ ഞാൻ പറഞ്ഞാൽ മാത്രമാണ്. പക്ഷേ എൻ്റെ പാർട്ടിക്ക് വന്ന് എൻ്റെ മദ്യം കഴിച്ച് എന്നോട് ഡാൻസ് കളിക്കില്ലേ? വാ, No. ഡാൻസ് ഡാൻസ്. വേണ്ട. ഡാൻസ് No. കളിക്കാൻ വാങ്ങ്. ഡിറ്റക്റ്റീവ് സർ. സർ, ഡിറ്റക്റ്റീവ് സർക്ക് ഒരു കോമഡി പീസാണ് ബ്രോ. പക്ഷെ നിങ്ങൾ എന്തിനാ ഹീറോനെ പോലെ ഫീൽ ചെയ്യുന്നേ? തെറ്റ് ചെയ്യല്ലേ ബ്രോ. നിങ്ങളുടെ പെണ്ണിനെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നിട്ട് വേറൊരു പെണ്ണിന്റെ മേൽ കൈവെക്കുന്നത് തെറ്റാണ് ബ്രോ. ബ്രോ, എന്റെ ഗേൾഫ്രണ്ടോടെ വേറെ കൂടെ എൻജോയ് ചെയ്യാണ് ബ്രോ. ഇത് നിങ്ങളുടെ പാർട്ടിയാ. ഇവിടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ പെണ്ണിനെ കൂടി പുറത്തേക്ക് പോവാം. ബ്രോ, ഞാനിപ്പോ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവൾക്ക് ഉമ്മ കൊടുക്കാൻ പോവാണ്. പറയുന്നത് കേൾക്കില്ലേ നീ? നിങ്ങൾ വാ മേഡം, നമുക്ക് പോവാം. രാകേഷ്, 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 പ്ലീസ് എഴുന്നേക്ക്. രാകേഷ്, രാകേഷ്, രാകേഷ് എഴുന്നേക്ക് പ്ലീസ്. രാകേഷ്. ഇതെന്താ സാർ പുതിയ ട്വിസ്റ്റ്? രാകേഷിനെ കൊന്നത് ഈ ഡിറ്റക്റ്റീവ് ആണോ? എന്ത്? ഞങ്ങൾ ഞങ്ങളാണോ കൊന്നേ? നിങ്ങൾ പറയുന്നത് കൊള്ളാം, ഞങ്ങൾ കേൾക്കുന്നത് കൊള്ളാം. അതെ, എനിക്കൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നേ. അറിയാത്ത പോലെ ഇവർ അഭിനയിക്കുകയാണ്. അന്ന് നടന്ന ഫൈറ്റില് കൊന്നത് അത് തന്നെയാണോ? സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ
ഇവര് രണ്ടുപേരാണ് കൊന്നത്. ഈ കേസ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തല്ലോ സാർ. സൂപ്പർ സാർ. എങ്ങനെയാ സാർ? എന്താണ് ഇത്? സിമ്പിൾ. CCTV ഫുട്ടേജ് മൊത്തം ഉണ്ട്. ഇവരെല്ലാരും നോക്കിയോ? ഓക്കെ സാർ. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഇവനെന്താ നിങ്ങളെ സംശയിക്കുന്നേ? എന്നെ മാത്രല്ല നിന്നെയും ചേർത്താ. രാത്രി മർഡർ ചെയ്തിട്ട് രാവിലെ ഒന്നും അറിയാത്ത പോലെ അകത്ത് വന്നില്ലേ, അതെങ്ങനെയാ? ഞാൻ ചെയ്തിട്ടില്ല മലിക് സാർ. ഈ ഇൻസ്പെക്ടറിനും എനിക്കും പഴയ പകയുണ്ട്. ഞാൻ അവിടെ പോയത് സത്യ. അവിടെ വഴക്ക് നടന്നു. ദേഷ്യത്തിൽ ഞാൻ അവനെ തള്ളിവിട്ട്. രാകേഷ് താഴെ വീണു. പിന്നെ ഞാൻ അവിടുന്ന് ആ പെണ്ണിനെയും കൂട്ടി പുറത്തേക്ക് പോയി. നിങ്ങളുടെ മുഖറ് കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നു. പക്ഷേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കും മലിക് സാർ. ഈ മർഡറിന് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നീ വന്നേ, അല്ലെങ്കിൽ നമ്മളെ രണ്ടുപേരെ ഇൻസ്പെക്ടർ ഈ മർഡറിൽ ഉൾപ്പെടുത്തിക്കളി. ഞങ്ങളല്ല, ബോസ് ആണ് കുടുങ്ങിയിരിക്കുന്നത്. അത് ശരി. നിങ്ങൾ എന്തിനാ പബ്ബിലേക്ക് പോയത്? എന്തിനാ നിങ്ങൾ ഈ ഫാം ഹൗസിലേക്ക് വന്നേ? ആ പബ്ബിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഹലോ, ആരാ? ഹലോ രാഘവ, സുഖാണോ? ആരാന്നേ? ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. ഡ്രഗ്സ് മാഫിയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വലിയ കേസ് എടുത്ത് വലിയ ഡിറ്റക്റ്റീവ് ആണെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ നിനക്കൊരു ലൊക്കേഷൻ അയക്കാം, ആദ്യം അവിടെ ചെല്ല്. ഹലോ ഹലോ ഹലോ. ഷിറ്റ്. ഏത് നമ്പർ? കാണിക്ക്. അതിലല്ല, നോക്കിയേ. ഇതിലാ ഉള്ളത്. ഞാൻ പറഞ്ഞപ്പോ ശരിയല്ലേ? സർ എനിക്കൊരു കോൾ വന്നു. ഹലോ ശ്വേത മാഡം, ഞാൻ വാട്സാപ്പിൽ നിങ്ങൾക്കൊരു ഫോട്ടോ അയക്കാം. അവൻ്റെ അടുത്ത് ഡ്രഗ്സ് ഉണ്ട്. പോലീസ് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അവിടെ പോയിക്കോളൂ. ഹലോ ഹലോ, ആരാ? ഹലോ, ആരാവും? ബുജി. ഹലോ ബുജി, ഞാൻ നിനക്കൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പെട്ടെന്ന് വാ. രണ്ടാൾക്കും ഒരേ നമ്പറിൽ നിന്ന് ഫോൺ വന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം നിങ്ങളുടെ ഫോൺ ഒന്ന് കാണിച്ചേ. ഇന്ന് തരി ബോസ്. ഇതിലാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ തരൂ. എന്നാ ഈ ഫാം ഹൗസിലേക്ക് എന്തിനാ വന്നേ? പബ്ബിൽ വന്നതിന് ശേഷം വേറൊരു കോളും കൂടി വന്നിരുന്നു. എനിക്കും കൂടി കോൾ വന്നു സർ. രണ്ടാൾക്കോ? ആ മലിക് സാറേ, എന്റെ ഫോണിൽ കോള് വന്ന സമയം ഒന്ന് നോക്കിയേ. സർ എന്റെ ഫോണും കൂടി ഒന്ന് നോക്ക്. കോൾ വന്നാ പോയേക്കോ? പേടിയൊന്നുമില്ലേ? ഇപ്പൊ കണ്ടില്ല എന്താ പറ്റിയെന്ന്? മർഡർ കേസിൽ കുടുങ്ങിയിരിക്കല്ലേ? അതെ സർ. സർ കോളേജ് ഡേയ്സില് കോളേജ് പ്രോജക്റ്റിന് വേണ്ടി ഞാൻ ഡ്രഗ്സ് കേസിന് കുറെ ഞാൻ റിസർച്ച് ചെയ്തു. അതില് MLAക്കും ലിങ്ക് ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതെ സർ, ഞാൻ പോലും വലിയൊരു കേസ് സോൾവ് ചെയ്തിട്ട് ഫേമസ് ആയ ഡിറ്റക്റ്റീവ് ആയി. എന്റെ റിസർച്ചിൽ മനസ്സിലായ എന്താന്ന് വെച്ചാല് ഈ MLAക്ക് ഈ ഡ്രഗ്സുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. നല്ല കഥയാണല്ലോ. രണ്ടാളുടെ റിസർച്ചും ഒന്നെന്നെയാണല്ലോ. അതുകൊണ്ടാ അന്ന് ഞാൻ പബ്ബില് രാകേഷ് ഡ്രഗ്സിനെ കുറിച്ച് വംശിയുടെ അടുത്ത് പറയണത് ഞാൻ കേട്ടു. ഞാൻ പോലും ചോദിച്ചു. നിങ്ങളും പോയോ? സർ. സാറേ നമസ്കാരം സാറേ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സർ. അത്യാവശ്യം പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഇവരെയൊക്കെ നീ നോക്കിക്കോ. ശരി സർ. സാറേ നിങ്ങളുടെ സാറിന് വല്ല പ്രശ്നമുണ്ടോ? അല്ല, വന്ന് പോകുന്നല്ലോ, അതുകൊണ്ട്. അന്ന് ഫാം ഹൗസിൽ രാകേഷും വേദ്വികയും വംസിയും റേനുവും അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതെ മല്ലി സാറേ. അപ്പൊ ഇവിടെ വംശി റേണു എവിടെ? അത് ശരി, അവരെവിടെയാണ്? എനിക്ക് പോലും സംശയമില്ലാതില്ല. എനിക്കൊരു അരമണിക്കൂർ സമയം താ. എവിടെയുണ്ടെങ്കിലും തേടി പിടിച്ച് ഞാൻ തന്നെ കണ്ടുപിടിക്കും. പോരുത്, സോൾവ് ചെയ്യാൻ ഞാനും വരാം. ഐ എം ഇമ്പോർട്ടന്റ് പേഴ്സൺ. ബോസ് നീയാണോ ഞാനാണോ? ഞാൻ തന്നെ. അല്ല നിങ്ങളാണ്. അല്ല അതാണ് ശരി. വായടക്ക്. അതെ, നിങ്ങൾ രണ്ടുപേരും പുറത്തു വന്നോ? ഞാനെന്താ പൊട്ടനാണെന്ന് വിചാരിച്ചോ? എന്റെ ഇൻസ്പെക്ടർ എന്നെ ഒരു വഴിയാക്കി എടുക്കും. മല്ലിക് സാർ, നിങ്ങളുടെ മനസ്സ് വളരെ വലുതാണ് സാർ. എന്റെ ജീവൻ അപകടത്തിലാണ് സാറേ. അവൻ എവിടെയാണെങ്കിലും എന്നെ കണ്ടുപിടിക്കും സാറേ. കാവലിന് വേണേ ആ പെണ്ണിനെ തന്നെ വെച്ചോ. എന്തെന്ന്? എന്തൊക്കെ വൃത്തികേടാ പറയുന്നത്? സാർ എന്താ ഈ പറഞ്ഞു വരുന്നത്? ജീവൻ പോണ സ്ഥലത്താ നിൽക്കുന്നത്. ഇതിൽ ജോക്ക് വേണോ? മല്ലിക് സാർ, ആലോചിക്കാതെ പോയിക്കോളൂ മല്ലിക് സാർ. മല്ലിക് സാർ. ശരിക്കും അരമണിക്കൂർ. ഹാ സർ, ഇവര് പോയ പോലെ തിരിച്ചു വരുന്ന എന്താ ഗ്യാരണ്ടി ഉള്ളത്? വരും, തീർച്ചയായിട്ടും വരും. ഹാ, നീ എന്താ എന്റെ ഭർത്താവാ എനിക്ക് വേണ്ടിട്ട് തിരിച്ചു വരാൻ? സർ, അവൻ പോയിട്ടെങ്കിൽ തിരിച്ചു വരില്ല, നോ ഡൗട്ട്.
തീർച്ചയായിട്ടും വരും മലിക് സാർ, ബിലീവ് മീ. ശരി, ഞാനും കൂടെ വരാം. വാ. അപ്പൊ ഞാനോ? ആ, നീയും വാ. ഓക്കേ അല്ലേ? വാടാ. ആ ചെല്ല്. നിങ്ങൾ വരുന്നുണ്ടോ? നീ നിന്റെ പണി നോക്കടാ ചെറ്റ. ഓക്കെ, ജോക്ക് ചെയ്ത് അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. മലിക് സാർ, ഇവനാണ് വംശി. നീയാണ് വംശിയല്ലേ? യെസ് സാർ. പറടാ, നിന്റെ ഗേൾഫ്രണ്ട് എവിടെ? റെസ്റ്റ് റൂം പോയതാ. ഡാ, ഇന്നലെ രാത്രി ഇതേ ഫാം ഹൗസിൽ പാർട്ടി ചെയ്തിട്ട് നീ സൈഡിൽ നിന്നുകൊണ്ട് എത്തി നോക്കുവാണല്ലേ? നീ രാകേഷൻ എന്താടാ ചെയ്തേ? സാർ, നിങ്ങൾക്ക് രാകേഷിന് വഴക്കുണ്ടായില്ലേ? അത് കഴിഞ്ഞ് എല്ലാം നോർമലായി സാറേ. അതെ സാർ. അതിനുശേഷം എന്റെ ഗേൾഫ്രണ്ട് എനിക്ക് ഫോൺ വിളിച്ചിരുന്നു സാർ. നീ പോയതല്ലേ, പിന്നെ ഒന്നുകൂടെ തിരിച്ചു വന്നേ. സാർ, എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് ഫോൺ വന്നിരുന്നു സാർ. ഫാം ഹൗസിലോട്ട് വന്നിരിക്കും എന്നെ കൊന്നുകളെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഭീഷണിപ്പെടുത്തി സാർ. മലിക് സാർ, എനിക്ക് വന്ന ഫോൺ നമ്പറും ഇവന് വന്ന ഫോൺ നമ്പറും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യും മലിക് സാർ. എവിടെ നിന്റെ ഫോൺ കാണിച്ചേ? ആ, ഇതേ നമ്പർ തന്നെ സാർ. ഇത് നോക്കൂ സാറേ. നോക്കിയേ, ഇൻസ്പെക്ടർ ഇവർ രണ്ടുപേരാണ് രാകേഷിനെ കൊന്നതെന്ന് പറയുന്നു. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറയേ, സത്യം എന്താണെന്ന് പറയേ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. പ്ലീസ് ആരെങ്കിലും ഇത് പറ. മലിക് സാർ, പ്ലീസ്, നിങ്ങളാണ് എന്നെ സേവ് ചെയ്യേണ്ടത് മലിക് സാർ. അന്ന് നൈറ്റ് പാർട്ടി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ളവരെല്ലാവരും മയങ്ങി വീണായിരുന്നു. സഡനായിട്ട് ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ ഞാൻ പുറത്തേക്ക് പോയി നോക്കിയായിരുന്നു. ഇതാ നടന്നത്. ഇപ്പൊ നടന്ന കാര്യങ്ങൾക്ക് പിറകിലും ഈ ഇൻസ്പെക്ടറിന്റെ പിറകിലും ഒരു വലിയ കൈയുണ്ട്. ഹൗ ബോസ്? എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുത്തനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടില്ല. കറക്റ്റ്. നമുക്ക് വന്ന അതേ ഫോൺ നമ്പർ ഇൻസ്പെക്ടറുടെ ഫോണിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കണം. അയാളുടെ ഫോൺ എന്റെ അടുത്തല്ലേ ഉള്ളത്? അതിനിടയ്ക്ക് ഇത് എടുത്തോ നീ? നോക്ക്, വെരിഫൈ ചെയ്യ്. ഫോണിൽ തന്നെ വെരിഫൈ ചെയ്യ്. ഈ നമ്പർ ആണെന്ന് ഒന്ന് നോക്കിയേ. ബോസ്, സെയിം നമ്പർ. വാട്സപ്പ് നോക്കിയേ. ഇത് പിടിക്ക് ബോസ്. എല്ലാ ചാറ്റും ഇതിലാ ഉള്ളത്. പ്ലേ ദ റെക്കോർഡ് മെസ്സേജസ്. ഇത് കണ്ടോ ബോസ്, നമ്മളെ എൻകൗണ്ടർ ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം അറിയാം ബോസ്, ഇതിൽ കോമഡി സംഭവം എന്താന്ന് വെച്ചാ അവൻ ഭാര്യയെ പേടിക്കുന്നവനാ. പാസ്വേഡ് പോലും വെച്ചിരിക്കുന്നു. നോക്ക്. മനസ്സിലായ മല്ലിക്? ഗെറ്റ് റെഡി ഫോർ യുവർ പ്രൊമോഷൻ. അങ്ങോട്ടൊന്ന് നോക്ക്. വരുന്നു പോന്നു. ചിലപ്പോ ഷുഗർ പേഷ്യന്റ് ആയിരിക്കാൻ വഴിയുണ്ട്. ഓ, ബാഗോ, അത് ശരി. മാലിക്, ആ ബാഗ് എടുത്തോണ്ട് പോ. എന്തൊക്കെയാ സാർ ഇതൊക്കെ? സാർ കാശ് വാങ്ങിക്കൊണ്ട് ഈ പാവങ്ങളെ കേസ് കൊടുക്കാൻ നോക്കുവാണോ? സത്യം എന്താണെന്ന് പറയേ, അല്ലെങ്കിൽ ഞാൻ SP ഓഫീസിലേക്ക് ഫോൺ വിളിക്കേണ്ടി വരും. ആ, അതിന് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ടേ? സാർ മോളില് സാർ. ഇവിടുന്ന് ഒരുത്തനും പുറത്തു പോകാൻ പാടില്ല. അച്ഛാ, ഇൻസ്പെക്ടർ ഈ കോമ്പൗണ്ടിന് പുറത്തു പോകാൻ പാടില്ല. എടാ, അവരെല്ലാരും താഴെ വരാൻ പറ. സാർ, ഒരു വലിയ പോലീസുകാർ വന്നിട്ടുണ്ട്. എല്ലാരും വിളിച്ചേക്കുവാ സാർ. വലിയ പോലീസുകാര്? അതെ സാർ, വലിയ പോലീസുകാരനാ. ആ വലിയ സാർ ആരാണ്? ആര് വലിയ സാറ്? ഇവനാ വലിയ സാറെന്ന് വിചാരിച്ചു. അതിനെക്കാളും വലിയ സാർ ആരാണോ അപ്പോ?
കോൺസ്റ്റബിൾ, സർ. ഇവരെല്ലാരും അറസ്റ്റ് ചെയ്യേ. ഞങ്ങളെന്തിനാ arrest ചെയ്യുന്നത്? സാർ, മർഡറിന് ബന്ധമുള്ളവരല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് തന്നെ ഞാനും ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ സമയത്തിന് അവരെ ഞാൻ കുടുക്കി. FIR ഇട്ടിട്ടില്ല. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അവരെ ഞാൻ അവിടെ വച്ചിരിക്കുന്നത്. ഗേറ്റിന്റെ അടുത്ത് ഫേക്ക് ജേർണലിസ്റ്റും ഉണ്ട്. നാളെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴേ അവരെ ഞാൻ എൻകൗണ്ടർ ചെയ്യൂ സാറ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ജോലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാ ഭാഷ, നിങ്ങൾ ചോദിച്ച ക്യാഷ്. ഓക്കെ. എടാ കള്ള റാസ്കൾ, നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തിനാ സാർ സഡൻ ആയിട്ടൊരു മീറ്റിംഗ്? എൻകൗണ്ടർ ചെയ്യണം. നമ്പർ തലയ്ക്ക് 10 ലക്ഷം. പറഞ്ഞ കാര്യം കൃത്യസമയത്ത് Okay. തീർത്തിരിക്കും. താങ്ക് യു പ്രതാപ്. ലവ് യു. താങ്ക് യു പ്രതാപ്. എന്റെ അമ്മ പക്ക പ്ലാനോ. നിനക്ക് ഈ യൂണിഫോം തന്നതേ ഈ ജനങ്ങൾക്ക് സേവ ചെയ്യാനായിട്ടാ, അല്ലാണ്ട് ഇതുപോലത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല. ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മോളിരിക്കേ. ഡാഡി, അത് പറയും മോളെ. അത് എനിക്കൊരു പയ്യനെ ഇഷ്ടാ അച്ഛാ. അത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, രാകേഷ് എന്ന്. എന്താ പറഞ്ഞ? ആ അലവലാതിയായിട്ട് ലവോ? പാല് വിറ്റും പൂ വിറ്റും ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് വേണ്ടിയല്ല, നിനക്കൊക്കെ വേണ്ടിയാ. അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് നിന്റെയൊക്കെ ജീവിതമോ വലുത്. അച്ഛാ, ഒരു തവണ ഞാൻ പറയുന്നൊന്ന് കേക്കച്ചാ. അതൊന്നും നടക്കില്ല. അതല്ല അച്ഛാ, രാകേഷ് ശരിക്കും നല്ല പയ്യനാ അച്ഛാ. ഒന്ന് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? പോ. നീ നിന്റെ ചേച്ചിയെ പോലെ ലവും ഗിവെന്നും പറഞ്ഞു വന്ന് എന്നെ നാണം കെടുത്താൻ നിൽക്കരുത്. ശരിക്കും നീ ഇത്രയും കരയുന്നതിന്റെ അളവിന് ഒരു വാല്യൂ ഇല്ല. അത് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. നിനക്ക് ശരിക്കും രാകേഷിനെ അത്ര ഇഷ്ടമായിരുന്നെങ്കിൽ നീ എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേനെ. രാകേഷ് മരിക്കാനുള്ള കാരണം നീ തന്നെയാ. എന്റെ ജീവനെക്കാളും അവനെ ഞാൻ സ്നേഹിച്ചായിരുന്നു. അതെങ്ങനെ? എന്റെ ജീവൻ ഞാൻ തന്നെ കൊന്നിടുവോ സർ? ഈ ലോകമെമ്പാടും അറിയാനായിട്ട് നിങ്ങളുടെ പ്രേമം അത്ര വലുതല്ല. നിങ്ങൾ തന്നെയാ ട്രൂ ലവ് എന്നും പറഞ്ഞ് നിങ്ങളെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. 25 years എന്നെ നോക്കി വളർത്തിയ അച്ഛനെ പോലും വിട്ടിട്ട് ഇവനെ വിശ്വസിച്ച് എവിടെ വന്നത്? നല്ലവനെ വിശ്വസിക്കണ്ടേ സർ? ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും. നിന്റെ അച്ഛന് സഹിതം അത് മനസ്സിലായില്ലല്ലോ. ചെറിയ പെണ്ണല്ലേ നീ, നിനക്കെങ്ങനെ മനസ്സിലാവും? അവൻ എന്റെ പെണ്ണിനെ വളച്ച് എന്റെ മുഴുവൻ സ്വത്തും സ്വന്തമാക്കാൻ നോക്കിയതാ. അതുകൊണ്ടാ ഞാൻ അവനെ കൊല്ലാൻ പറഞ്ഞ. അപ്പൊ നിന്റെ മോളെ നീ നിന്റെ കൺട്രോളിൽ വെച്ചിരിക്കണം. എനിക്കിവിടെ നടന്ന കാര്യം എങ്ങനെ അറിയാമെന്ന് നിനക്ക് ആശ്ചര്യമായിട്ടുണ്ടല്ലേ. ഫോറൻസിക് ഓഫീസർ സായ്, ഡിറ്റക്റ്റീവ് രാഘവ, പബ്ബിലിരുന്ന ഫുട്ടേജ്, ഫാം ഹൗസിലിരുന്ന ഫുട്ടേജ്, ഇതെല്ലാം അബ്സർവ് ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്വയരൂപം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓ, ഞാൻ ആരാണെന്ന് അറിയോ? നീ ആരോന്നും അറിയാം. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതിന് ശേഷം നീ എന്തെങ്കിലും വാ തുറന്നതിനെ എൻകൗണ്ടറിൽ ഇടും ഞാൻ. കോൺസ്റ്റബിൾ സർ, ഇവരെല്ലാരും അറസ്റ്റ് ചെയ്യ്. പെട്ടെന്ന് തന്നെ ചെയ്യ്. ഞങ്ങൾ എന്തിനാ സാർ അറസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളുടെ അടുത്ത് പറയട്ടെ സാറേ. ഞങ്ങളുടെ ബോസിന്റെ അടുത്ത് പറഞ്ഞോളൂ. ഈ ഏരിയയിലെ വലിയ ഡിറ്റക്റ്റീവ് ആണ്. എത്ര വലിയ ഡിറ്റക്റ്റീവ് ആയാലും ശരി, തെറ്റ് ചെയ്താ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. സർ, ഞാൻ എന്റെ ഡ്യൂട്ടിയാ നോക്കിയത്. അതിലെന്താ തെറ്റ്? രാവിലെ എണീറ്റ് ദൈവമേ ഒരു മർഡർ കേസ് എനിക്ക് താ, ആരെങ്കിലും ഒന്ന് മർഡർ എന്ന് പറഞ്ഞ് നമ്മൾ എന്നെ പ്രാർത്ഥിക്കുവോ? സാർ, എന്റെ മേഡം വളരെ സിൻസിയറാ സാറേ. ഡാ, ഞാൻ സിൻസിയറാണ്, മിണ്ടാണ്ടിരിക്കെ. സർ, madam. നിങ്ങൾ എന്നെ എല്ലാവരുടെ മുമ്പിലും വെച്ച് അവമാനിക്കുക മാത്രമല്ല, ഒരു ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര ഈസി അല്ല. എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അറിയാലോ? സാർ, വി ആർ മീഡിയ. അതെ സർ. എന്താ സാറേ, ഞങ്ങള് പ്രൊഫഷണലിസ്റ്റാ. തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചു കൊടുക്കുന്നതല്ലാതെ തെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രൊഫഷൻ അല്ല. പ്രൊഫഷണൽസോ? ഒരു ചെറിയ കേസ് കിട്ടിയാൽ മതി, അത് അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി അതിലെങ്ങനെയെങ്കിലും ഫേമസ് ആവണമെന്ന് വിചാരിക്കുന്നത് നിങ്ങളൊക്കെയാണോടാ ഈ പ്രൊഫഷണൽസ്? സാർ, എൻജോയ് ചെയ്യാനായിട്ട് വന്നു സാർ. ഇങ്ങനെ നടക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഒട്ടും തന്നെ കരുണ കാണിക്കാൻ പാടില്ലടാ. ഇവിടെ കൊന്നവൻ മാത്രമല്ല, അവന് ഹെൽപ്പ് ചെയ്ത എല്ലാവരും തന്നെ ക്രിമിനലാടാ. സർ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് വേണോ? ഞങ്ങളെ ഈ പാവം പണിയെടുത്തല്ലേ സാർ ജീവിക്കുന്നത്. ഞങ്ങളെന്തിനാ സാർ അറസ്റ്റ് ചെയ്യുന്നത്? ഈ പണി തന്നെ വന്ന് ജയിലിലെടുത്ത് ജീവിക്കടാ.
സാർ അകത്തേക്ക് വരും സാർ, അവരിവിടെ തന്നെയുണ്ട്. ഏയ് നീ പോ ശരി ചെല്ല്. സാർ. നിന്നെയൊക്കെ വെറുതെ വിടാൻ പാടില്ലടാ. ആ. ഈ മർഡർ ചെയ്ത് നീയല്ലെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ അതിനുള്ള എവിഡൻസ് ഉണ്ട്. നീ തന്നെ പറയുന്നോ അതോ ഞാൻ പറയണോ? സർ 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 കൊന്നത് ഞാൻ തന്നെയാണ് സാർ. ഒരു നല്ലതിന് വേണ്ടി കൊല്ലുന്നത് തെറ്റല്ലെന്നാ എനിക്ക് തോന്നിയത്. എനിക്കറിയാവടാ, ഒരു നല്ല കാര്യം പറഞ്ഞ എടുക്കാത്ത ഒരു വൃത്തികെട്ട മനുഷ്യനാടാ നീ. നീ എന്തിനു വേണ്ടി അവനെ കൊന്ന? അവൻ അങ്ങനെ എന്താടാ ചെയ്തത്? പെമ്പിള്ളേരെ പറഞ്ഞു മയക്കി ഫാം ഹൗസിലേക്ക് വരുത്തി ഡ്രഗ് സ്പോൺസർ ചെയ്തോണ്ടിരുന്നു സാർ. ഇപ്പോഴാ നിന്റെ അടുത്ത് പറഞ്ഞ ഞാൻ എല്ലാ കഥയും അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നേക്കുന്നെന്ന്. പുതിയതായിട്ട് കഥ പറയണ്ട എന്റെ അടുത്ത്. എനിക്കറിയാം നീ തന്നെ അവന് ഡ്രഗ്സ് കൊടുത്ത് അവനെ കൊന്നു കളഞ്ഞത്. അതെ സാർ, ഈ MLA കൊല്ലാൻ പറഞ്ഞു, അതുകൊണ്ട് കൊന്നതാ സാറ്. സാർ നിങ്ങൾ യൂത്തിന് വല്ലതും അഡ്വൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാർ? ഇക്കാലത്തെ യുവതലമുറ വല്ലാണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. പ്രേമിക്കുമ്പോൾ തന്നെ പബ്ബിൽ പോകണം, പാർക്കിൽ പോകണം എന്ന് പറഞ്ഞ് അവർ തന്നെ അവരുടെ ജീവിതം നശിപ്പിക്കുവാണ്. അങ്ങനെയല്ലെങ്കിൽ ഫാം ഹൗസ്. ഇതെല്ലാം തന്നെ ഇപ്പം അങ്ങോട്ടൊരു ഫാഷനായി. യുവതലമുറ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയും അച്ഛനും അല്ലാണ്ട് ഈ ലോകത്ത് വേറെ ഒന്നും തന്നെ വലിയ കാര്യമില്ല. അവരുടെയൊക്കെ സ്നേഹത്തിന് മുമ്പായിട്ട് നമ്മുടെ പ്രേമൊന്നും ഒരു മണ്ണുമല്ല. ഈ കാര്യമൊക്കെ നിങ്ങളുടെ മീഡിയ മൂലം എല്ലാവരുടെ അടുത്തും പോയി ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുജി ഉള്ളംകൈ തുടിക്കുന്നു, കാശ് വരുന്നുമില്ലല്ലോ. നീ പറഞ്ഞത് ഗുരുജി. ശരിയാ. ദാ ഒരുത്തൻ പോകുന്നുണ്ടോ? അവന് വിളിക്ക്. ഡാടാ, ഇങ്ങോട്ട് വാ. ലവ് യു ഡാർലിംഗ്, ഞാൻ നിനക്ക് പിന്നെ വിളിക്കാവേ. ആ മതി മതി, കൊഞ്ചിയതൊക്കെ മതി. ഗുരുജി നിങ്ങളുടെ അളിയൻ പണ്ടത്തെ പോലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കനങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും ചോദിക്കുക എന്താ പരിപാടിന്ന്. എന്താടാ ആളെ കാണുന്നില്ലല്ലോ, നീ മാമനെ മറന്നാ? ഞാൻ ഇടയ്ക്ക് വെച്ചൊരു പെണ്ണിനെ കണ്ട അമ്മാവ. ആ, പിന്നെ ലവ് എന്ന് വന്നു കഴിഞ്ഞാ പബ്ബ് പാർട്ടിന്ന് അയ്യോ പറഞ്ഞു കഴിഞ്ഞില്ല. അതിന് മുമ്പ് ഫോൺ പെണ്ണല്ലേ കാട വരച്ചത്. അതല്ല നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ടടാ. ഒരു പെണ്ണ് വന്നപ്പോഴേക്കും എടുത്തു വളർത്തിയ ഈ മാമനെ മറന്നല്ലോ നീ. എല്ലാ കാര്യം പറയും, ഈ ലവ് മാറ്റർ മാത്രം പറയാൻ മറന്നുപോയല്ലേ? അതെ അതെ, വലിയ മനുഷ്യനായി പോയല്ലേ? അമ്മാവ അങ്ങനെയൊന്നും ഗുരുജി ഇല്ല. ഈ പ്രായത്തിലുള്ള പിള്ളേരെ എങ്ങനെ വഴക്ക് പറയാൻ പാടില്ല. എന്താന്നറിയോ, 2 ദിവസം കഴിഞ്ഞ ഇവന്റെ ബർത്ത്ഡേയാ. ഇവൻ അന്ന് വെക്കുന്ന പാർട്ടിയില് മൂക്കറ്റം കുടിച്ച് വാള് വെച്ച് വെച്ച് ഈ സംസ്ഥാനം വിടാൻ പോവാ. നിങ്ങൾക്ക് ആവശ്യം പാർട്ടിയല്ലേ? ഇന്നും ഒരു പാർട്ടി ഉണ്ട്. ഇവിടെ സംസാരിക്കുന്ന നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. അത് തന്നെ. അങ്ങനെയാ? വാ, നമുക്ക് നിങ്ങൾക്ക് പോവാം. ഫോറിൻ സാധനം എനക്ക് മതിയോ? എത്രയേ വേണ്ടൂ. ഇപ്പൊ വേദ്വിക എവിടെയുള്ളത്? എനിക്കെന്താ അറിയും? അവനല്ലേ കഥ പറഞ്ഞ്. നീ അവന്റെ അടുത്ത് ചോദിക്കേ. എനിക്കിങ്ങനെ അറിയാനാ? എന്റെ ഡാഡി പറഞ്ഞ വെബ് സീരീസിലെ കഥയാ ഞാൻ പറഞ്ഞത്. ഏയ് ഞാൻ ശരിക്കും റിയൽ ആണെന്ന് വിചാരിച്ച് പേടിച്ചുപോയി. എടാ ആരാ നിങ്ങള്? ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സോറി അങ്കിൾ, ഇവനാ കൂട്ടിക്കൊണ്ട് വന്നത്. അതെ അങ്കിൾ, ഇവനാ കൂട്ടിക്കൊണ്ട് വന്നത്. എടാ എന്തിനാ എല്ലാരും അകത്ത് വിളിച്ചോണ്ടെന്നെ? വഴക്ക് പറയല്ലേ അങ്കിൾ, നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തരാം. വാ, ഇങ്ങോട്ട് വാ. നിന്റെ പേരെന്നാ? രാകേഷ്, വേദ്വികയുടെ ബോയ് ഫ്രണ്ട്. എല്ലാരും ഒന്ന് പുറത്തു വന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ, ഇവനെ വിശ്വസിച്ച് നമ്മൾ വന്നു. വേസ്റ്റ് ഫെല്ലോ. കുറച്ച് കഴിഞ്ഞ് പോവോ അങ്കിൾ? ആ പെട്ടെന്ന് പോ. ഓരോരുത്തരും വേദ്വിക്കിനെയും രാകേഷിനെ കുറിച്ചാ സംസാരിക്കുന്നത്. ഈ പ്രായത്തിൽ തന്നെ കാശ് തരാവുന്നേ. വേണമെങ്കിൽ കാശ് തരാങ്കിളെ.
പോടാ. പുറത്തു പോ. അങ്കിൾ ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് എല്ലാവരും പോടാ. പോ. അങ്കിൾ പ്ലീസ് അങ്കിൾ കാശ് വേണമെങ്കിൽ തരാം അങ്കിൾ. പോ. ഞാൻ പോവാനല്ലേ പറഞ്ഞേ. മര്യാദ പൊക്കെ. നിങ്ങളുടെ മേലെയൊക്കെ പോലീസ് കംപ്ലൈന്റ് കൊടുത്താലേ മനസ്സിലാവുള്ളൂ.